ഞാനാണ് മാറേണ്ടത്. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. ഇത് കടുത്തുരുത്തി SVD ധ്യാനകേന്ദ്രം. ഈ ധ്യാനകേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് വന്ന് ഒരാഴ്ച ധ്യാനിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് നടക്കില്ല. കാരണം ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രം ധ്യാനം കൊടുക്കുന്ന ദമ്പതി കൂട്ടായ്മയുടെ ധ്യാനമാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. കേരളത്തിൽ നവീകരണ രംഗത്ത് പുതിയ ദിശാബോധം നൽകിയ പ്രമുഖ വൈദികരിൽ ഒരാളായ ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടനാനി SVD, അദ്ദേഹമാണ് ഈ ദാമ്പത്യ കരിസം ധ്യാനത്തിന്റെ അമരക്കാരൻ. ലൗകികതയുടെ അതിപ്രസരത്തിൽ ആത്മീയതയുടെ മരുഭൂമികളിലൂടെ മരുപ്പച്ച തേടി അലയുന്ന അനേകായിരം ദമ്പതികൾക്ക് തങ്ങളുടെ ദാമ്പത്യ ജീവിതം വഴി പറുദീസ കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് അച്ഛന്റെ ദാമ്പത്യ കരിസം ധ്യാനം കാരണമായിട്ടുണ്ടെന്നുള്ളതിന് കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള നിരവധി കുടുംബങ്ങൾ സാക്ഷി. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ പ്രചരണങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. വളരെ വേഗത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നു. മിക്കവാറും ആശയം കേട്ടാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ ബലഹീനതയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ബലഹീനം പെരുപ്പിച്ച് പറയും, തങ്ങളുടെ നന്മകളും കൂടുതലായിട്ട് പറയും. ഇത് സാധാരണ കാണുന്നൊരു ആശയമാണ്. എൻ്റെ നന്മകളെ ഞാൻ പ്രവർത്തിക്കും, മറ്റേയാളുടെ പോരായ്മകളെ പൊഴുത്തി കാണിക്കും. ഈശോനാഥൻ്റെ ചിന്താഗതി വേറൊന്നാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായി ഈശോ പറഞ്ഞ ദിവസം, നിൻ്റെ കണ്ണിൽ കമ്പിരിക്കെ അയൽക്കാനുകളിലെ കരടെടുക്കാൻ നിനക്കെന്ന അവകാശം,
കപടഭക്ത വളരെ ശക്തമായൊരു പ്രതികരണമായി ചെയ്ത്. കപടഭക്ത അത് സ്വന്തം ജീവിതത്തിൻ്റെ പോരായ്മയില്ലെന്നാക്കൂ, എന്നിട്ട് മതി മറ്റേയാളുടെ ചെറിയൊരു കുഞ്ഞു ബലഹീനത മാറ്റാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 7:3-5. നിൻ്റെ കണ്ണിൽ വലിയ തടിക്കഷ്ണം ഇരിക്കെ അത് മാറ്റാതെ നിനക്ക് എങ്ങനെ നിൻ്റെ പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും പോരായ്മകളെ പറ്റി ചിന്തിക്കാൻ അവകാശമുണ്ട്? കപടഭക്ത ആദ്യമായിട്ട് നിൻ്റെ പോരായ്മ നികത്തൂ, സ്വയം നല്ലതാകൂ. അപ്പോൾ മറ്റേയാളിന് നന്മയും തിന്മയും എല്ലാം ഒരുപോലെ കാണാൻ സാധിക്കും. കാരണം ഈശോനാഥൻ സ്വർഗപിതാവ് ഈ വ്യക്തിയിൽ ഞാൻ കാണുന്ന പോരായ്മയെ ഒരു സർഗാത്മകമായിട്ട് കാണുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ മാതൃകയിലുള്ള ഐക്യപ്പെട്ട ദാമ്പത്യ ജീവിതമാണ് കുടുംബജീവിതത്തിൻ്റെ കാതലും സത്തയും എന്ന മഹത്തായ ദർശനമാണ് അച്ഛൻ തൻ്റെ അരികിലണയുന്ന ദമ്പതികളോട് പങ്കുവെക്കുന്നത്. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. ചൈനയിലുണ്ടായ ഒരു സംഭവം പറയുകയാണ്. ഒരു ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മയുടെ സ്വഭാവങ്ങൾ ആദ്യമൊക്കെ വളരെ എളുപ്പമായിരുന്നു ഫേസ് ചെയ്യാനായിട്ട്, അഭിമുഖീകരിക്കാനായിട്ട്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേനും സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ വ്യക്തിയുടെ സ്വഭാവം മാറിയതായിട്ട് ഈ യുവതി മനസ്സിലാക്കി. അവർക്ക് ചുരുക്കി പറയുമ്പോൾ അവർക്കൊരു ഹൗസ് ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ദിവസം മറ്റാരും വീട്ടിലില്ലാത്തപ്പോൾ ഈ ഹൗസ് ഡോക്ടർ അവിടെ വന്നു. ചില പ്രശ്നങ്ങൾക്ക് ശേഷം അതൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി ഓടിക്കുന്നു, സാറേ ഡോക്ടറെ എനിക്ക് കുഞ്ഞു കാര്യം പറയാനുണ്ട്. അതെന്നാ? എൻ്റെ അമ്മയുടെ സ്വഭാവം ഭയങ്കര എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതിനിപ്പോൾ എന്നാ കാണിക്കുന്നത്? ഡോക്ടർക്ക് എന്തെങ്കിലും മരുന്നുണ്ടോ? വളരെ സാവകാശം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകത്തക്ക വിധത്തിൽ 2, 3, 4 മാസം കൊണ്ട് ഈ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടത്തക്ക വിധത്തിലൊരു മരുന്നുമെല്ലാം തരാമെന്ന് ചോദിച്ചു. ആരും അറിയരുത്, മരിച്ചാൽ പോലും വളരെ സാധാരണ മരണമായതുകൊണ്ട് സംശയം തോന്നരുത്. ചിലരും ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ തരാം, പക്ഷെ ഒരു കാര്യം, അത് കൊടുക്കുമ്പോൾ ആ ദിവസങ്ങളെല്ലാം ഏറ്റവും സുന്ദരമായ ഭക്ഷണവും എല്ലാ തരത്തിലും സ്ത്രീക്ക് സന്തോഷമായി ജീവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കണം. 3 മാസത്തേക്കല്ലേ ഉള്ളൂ, ചെയ്യാമോ? ചെയ്യാം. അപ്പോൾ പിറ്റേ ദിവസം ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു മെഡിസിൻ, ഒരു പൊടി കൊണ്ടുവന്ന് കൊടുത്തു. അത് ഭക്ഷണത്തിന് അത് കലക്കി കൊടുക്കണമെന്നാണ്. ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ഭക്ഷണം പാകപ്പെടുത്തി വീടും പരിശ്രമം വൃത്തിയാക്കാൻ തുടങ്ങുന്നു. എല്ലാം ഈ മകൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മയിലും ഭയങ്കര വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. അമ്മ മകളെ കൂളായിട്ട് പിന്നെ സ്നേഹിക്കും. കാരണം തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അന്വേഷിക്കുന്നു, ക്ഷേമം അന്വേഷിക്കുന്നു, സുഖപ്രദമാകാൻ തോന്നിക്കുന്നു, വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. 1 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഈ അമ്മയിൽ പരിപൂർണ്ണ വ്യത്യാസം ഉണ്ടായതായിട്ട് ഈ മകൾക്ക് തോന്നി. ഇതുപോലെ പഴയ പോലെ ഒരു ദിവസം ഡോക്ടർ ചോദിച്ചു, മോളെ ഇപ്പം എങ്ങനെയുണ്ട് തൻ്റെ അമ്മയൊക്കെ എങ്ങനെ? എൻ്റെ ഡോക്ടറെ, അമ്മ മരിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മരുന്ന് കൊടുക്കാമെന്ന് ചോദിച്ചിനി. ഈ അമ്മ മരിക്കുന്ന എനിക്ക് ഭയങ്കര നഷ്ടമാകും. അതിനിപ്പോൾ എന്നാ പണി? ഞാൻ പണി ഉണ്ടാക്കിത്തരാം. പിന്നെയും പഴയതിനെ ഇച്ചിരി വ്യത്യാസപ്പെടുത്തി കൊടുത്തു.
വളരെ സുന്ദരമായിട്ട് പോയി. യാതൊരു അമ്മ മരിച്ചുമില്ല, മകൾ ജീവിക്കുകയും ചെയ്തു. മനോഭാവം മാറിയപ്പോൾ, കൂടുതൽ സ്നേഹം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വ്യത്യാസം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള പോരായ്മകളെ കാണാനും അത് തിരുത്താനും അതിനെ കുറ്റപ്പെടുത്താനും പഴിക്കാനും തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ സംഘർഷം കൂടുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കപടഭക്ത സ്വന്തം പോരായ്മയില്ലെന്നാക്കൂ, സ്വയം നല്ലതാകൂ, അപ്പം കാര്യങ്ങൾ നേരെ വിപരീതമാകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വയം നല്ലതാകുക എന്നുള്ള കാര്യം. മറ്റേ ആളങ്ങ് ഇരുന്നോട്ടെ, ദൈവം അനുവദിച്ചിട്ടാണ്. മറ്റേ ആൾ ദൈവത്തിൻ്റെ സ്നേഹഭാജനമാണ്. ദൈവമാണ് ആ വ്യക്തിയെ നയിക്കുന്നത്, ദൈവമാണ് ആ വ്യക്തിയെ കൈപിടിച്ച് നടത്തുന്നത്, ദൈവമാണ് ആ വ്യക്തിയെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാറ്റം വരുത്തുമെന്ന് പറയാൻ ഞാനാരെ, എൻ്റെ അഹങ്കാരം കൊണ്ടാണല്ലേ. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വിചാരിച്ച് അത് ആ വ്യക്തിയുടെ പ്രശ്നമോ ദൈവത്തിൻ്റെ പ്രശ്നമോ അല്ല. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. വചനാനുസൃതമായ ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുന്ന പങ്കുവെക്കലുകളിലൂടെ ദാമ്പത്യ കരിസംധ്യാനം ആത്മീയതയുടെ ബോധ്യം പകർന്നു നൽകുന്നു. പത്രോസ് 3 പ്രാവശ്യം വീഴാനായിട്ട് ഈശോ അനുവദിക്കുന്നു. ആ 3 വീഴ്ചകളും അവൻ്റെ സഭയുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റാൻ കഴിവുള്ള വ്യക്തിയാണ് ദൈവം. ആ വീഴ്ച ഒരിക്കലും തടസ്സമായിട്ടില്ല ആദ്യത്തെ മാർപ്പാപ്പ ആയി മാറ്റാൻ വേണ്ടിയിട്ട്. അല്ല, ആ വീഴ്ച ക്രെഡിറ്റായി മാറി ആദ്യത്തെ മാർപ്പാപ്പായി. കാരണം ഈശോ നല്ലയിടേൻ്റെ പിൻഗാമിയാവുന്ന പത്രോസ് കാണാതെ പോകുന്നതിനെയും കാലൊടിയുന്നതിനെയും വീഴുന്നവനെയും താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകാനുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് വീണവന് മാത്രമേ വീഴുന്നവൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പത്രോസ് 3 പ്രാവശ്യം വീഴാൻ അനുവദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇടപെടുന്ന എല്ലാവരുടെയും ബലഹീനതകളെ കാണാതിരിക്കാം, അത് പെരുപ്പിച്ച് കാണാതിരിക്കാം, അതേപ്പറ്റി അസ്വസ്ഥപ്പെടാതിരിക്കാം, അതേപ്പറ്റി കർത്താവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാതിരിക്കാം. പിന്നെ എന്തു ചെയ്യണം? അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തിൽ നമ്മൾ സ്വീകരിക്കാൻ റെഡിയുള്ളതായി കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ നന്മയ്ക്കും മറ്റുള്ള നന്മയ്ക്കും വേണ്ടി കർത്താവ് മാറ്റുകയായിരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ ആദ്യം നിൻ്റെ സ്വഭാവത്തിലെ പോരായ്മകൾ മാറ്റം നോക്കൂ, അത് കഴിഞ്ഞ് മതി മറ്റേയാളുടെ പോരായ്മകളെപ്പറ്റി ചിന്തിക്കുവാനായിട്ട്. സ്വന്തം പോരായ്മകളെ പൂർണ്ണമായി മാറ്റിയിട്ട് മതി നിൻ്റെ പങ്കാളിയും മറ്റുള്ളവരുടെയും പോരായ്മകളെപ്പറ്റി ചിന്തിക്കുവാൻ. ആ പോരായ്മകളെല്ലാം ഒരു പോസിറ്റീവ് സർഗാത്മകമായ കാഴ്ചപ്പാടിൽ കണ്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അംഗീകരിച്ച് ഓരോ ദിവസം രാവിലെ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പോരായ്മകൾ ഓരോന്ന് ഓർത്തുകൊണ്ട് കർത്താവ് ഈ പോരായ്മയോർത്ത് ഇതിനെ ഓർത്ത് തനിക്ക് നന്ദി പറയുന്നു, ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അനുവദിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവരുടെ പോരായ്മകളെപ്പറ്റി ഓർത്ത് നമുക്ക് നന്ദി പറയുകയും നമുക്കുള്ള പോരായ്മകളെ നമ്മൾ അവിടെ ഇരുന്നോട്ടം വയ്ക്കുകയല്ല, അതിനെ മാറ്റിയെടുത്ത് നമ്മൾക്ക് ഭാരമാകാതിരിക്കാൻ ചെയ്യുന്നു. കാരണം സാവോൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി ഓടിപ്പോയപ്പോൾ യേശുവിൻ്റെ കരസ്പർശനം കൊണ്ട് താഴെ വീഴുന്നു. അപ്പോൾ ചോദിച്ചു, കർത്താവേ നീ ആരാണ്? ആ സമയത്ത് നീ ക്രൂശിക്കുന്ന ക്രിസ്തു ഞാനാകുന്നു. സാവോളിനെ പിടിച്ചു കുലുക്കിയത്. സാവോൾ അത് കേൾക്കുമ്പോൾ ഇപ്പം ഈശ്വനാഥൻ എങ്ങനെ സ്വർഗത്തിൽ വസിക്കുന്നുവോ അതുപോലെ അവസ്ഥയിൽ വസിക്കുന്ന യേശുവാണ് വിളിച്ചു പറയുന്നതായിട്ട് സാവോൾ മനസ്സിലാക്കുന്നത്. നീ ക്രൂശിക്കുന്ന ക്രിസ്തു ഞാനാകുന്നു. ഞാൻ എപ്പോഴെല്ലാം ഇതാണ് നമ്മൾ നേരം വിളക്ക് ഒരുക്കുക, ഞാൻ എപ്പോഴെല്ലാം വേറൊരാൾക്ക് വേദനയ്ക്ക് അറിയാതെ പോലും കാരണമാകുമ്പോൾ, എൻ്റെ സംസാരമോ പെരുമാറ്റമോ വേറൊരാൾക്ക് വേദനയ്ക്ക് കാരണമാകുമ്പോൾ
ഈശോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വിളിച്ചു പറയും, സാവോൾ സാവോൾ, നീ ക്രൂശിക്കുന്ന ക്രിസ്തു ഞാനാകുന്നു. നീ എന്നെയാണ് ക്രൂശിക്കുന്നത്. നിൻ്റെ വീട്ടിൽ ഈ വ്യക്തിക്ക് നീ ഭാരമായി മാറുമ്പോൾ, നിൻ്റെ സംസാരം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ, നിൻ്റെ പെരുമാറ്റം ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ, നിൻ്റെ കടമ നിർവഹണത്തിലുള്ള പോരായ്മ വന്നു കഴിയുമ്പോൾ, ആ വ്യക്തി വിഷമിക്കുമ്പോൾ ഈശോ പറയും, നീ ക്രൂശിക്കുന്ന ക്രിസ്തു ഞാനാകുന്നു. എൻ്റെ സംസാരം പെരുമാറ്റവും മറ്റാർക്കെങ്കിലും വേദന കാരണമാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുക്കുന്നതോടൊപ്പം തന്നെ തെറ്റ് സമ്മതിച്ച ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കുക. പേരെങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? അപ്പച്ചാല, അമ്മച്ചിയല്ല, സഹോദരി, എൻ്റെ ഈ പെരുമാറ്റം ഇന്ന് ഒത്തിരി വേദന ഉണ്ടാക്കില്ലേ, എന്നോട് ക്ഷമിക്കൂ, നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. അപ്പം ഞാനാണ് മാറേണ്ടത്. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. ഞാനാണ് മാറേണ്ടത് എന്ന അച്ഛൻ്റെ ആപ്തവാക്യം ഇന്ന് അനേകരുടെ മാനസാന്തരത്തിന് വഴിയായി മാറിയപ്പോൾ ദാമ്പത്യ കരിസം ധ്യാനം കൂടിയവർ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. തകർന്ന കുടുംബങ്ങളിൽ പ്രത്യാശയുടെ പ്രഭാപൂരമാണ് അച്ഛൻ്റെ ദാമ്പത്യ കരിസം ധ്യാനം കൂടിയതുവഴി നേടിയത് എന്നതിൽ സംശയമില്ല. കടുത്തുരുത്തി SVD ധ്യാന കേന്ദ്രത്തിൽ സെബാസ്റ്റ്യൻ പൊട്ടനാനി അച്ഛൻ്റെ ദാമ്പത്യ കരിസം ധ്യാനം കൂടി മാതൃകാ ദമ്പതികളായി കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി വെളിച്ചമായി ജീവിക്കുന്ന ഈ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഇത് പാളയം പതിപ്പാട്ടു വീട്ടിൽ എബ്രഹാം സാറിൻ്റെയും ക്ലാരമ്മയുടെയും വീട്. ഈശ്വരവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്ന സമയത്താണ് ധ്യാനം കൂടേണ്ടി വരുന്നത്. SVD വെച്ചാണ് ധ്യാനം കൂടിയത്. പൊട്ടനാനിയച്ഛൻ്റെ ധ്യാനം കൂടി. അതിനോടുകൂടി ഈ ആഴമായി വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ട് അച്ഛൻ പറഞ്ഞൊരു പോയിൻ്റായിരുന്നു, ഞാനാണ് മാറേണ്ടത്. ഞാൻ മാറിയാൽ എല്ലാം മാറും. പക്ഷെ അത് വിശ്വസിക്കാനോ അത് ബോധ്യം വരാനോ ആദ്യം സമയമെടുത്തെന്ന് വരികയിലും. പിന്നീടുള്ളത് അച്ഛൻ്റെ ഞങ്ങൾ ഒന്നിച്ചു കൂടുമായിരുന്നു എല്ലാ മാസവും കവനൻ്റ് ഗ്രൂപ്പായിട്ട്. ആ ഗ്രൂപ്പിൽ കൂടിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം ആശയങ്ങൾ വീണ്ടും അച്ഛൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ബോധ്യം വന്നത്, ഞാനാണ് മാറേണ്ടത് എന്നത് സത്യമാണെന്നും ഞാൻ മാറിയാൽ മറ്റെല്ലാം മാറുമെന്നും. ആ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്നിൽ വന്ന മാറ്റം ജീവിത പങ്കാളിക്കുണ്ടായി. ജീവിത പങ്കാളിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായ മാറ്റം ഞങ്ങളുടെ മക്കളിലേക്ക് വന്നു. ചുരുക്കത്തിൽ പേരക്കിടാങ്ങളിലേക്ക് വരെ അത് കടന്നു വരാനായിട്ട് സാധിച്ചു. അച്ഛൻ്റെ ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ സാറിന് ലഭിച്ച മുഖ്യമായ ഒരു ബോധ്യം, ജീവിതത്തിൽ മാറ്റം വരേണ്ടത് തനിക്കാണെന്നും താൻ മാറുമ്പോൾ മാത്രമേ കുടുംബാംഗങ്ങളിലും മറ്റുള്ളവരിലും മാറ്റം വരികയുള്ളൂ എന്നതായിരുന്നു. ധ്യാനം കൂടുന്നതിന് മുമ്പ് ലഹരിക്ക് അടിമയായിരുന്നില്ലെന്ന് വരികപ്പോൾ ലഹരി കഴിക്കുമായിരുന്നു. ആ നിലയിൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്ന് വരികയും ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേനും ലഹരി നിർത്തി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരിൽ 25 വർഷമായിട്ട് ഇതുവരെ ലഹരി നിർത്തിയതിന് ശേഷം അത് ആവർത്തിച്ചിട്ടില്ല. മാത്രമല്ല മക്കളുടെ എല്ലാം കല്യാണങ്ങളെല്ലാം നടന്നു വരികയിലും അത് അല്ലാതെയുള്ള ഫംഗ്ഷനൊക്കെ വീട്ടിൽ നടന്നു ഒരു ദിവസം പോലും ഒരു പ്രാവശ്യം പോലും ലഹരി സപ്ലൈ ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് പോലും അതൊരു മാതൃകയായിട്ട് ആകാനായിട്ട് സാധിച്ചു എന്നുള്ളത് പ്രത്യേക സത്യമാണ്. പിന്നീട് അച്ഛൻ്റെ കൂട്ടായ്മയിൽ ദമ്പതി ധ്യാനം കൂടുന്നത് 85-ലാണ്. ദമ്പതി ധ്യാനം കൂടിയ പിന്നെയാണ് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കാൻ സാധിച്ചത്. ഭർത്താവിൻ്റെ കൂടെ അവിടുന്ന് വന്നതിന് ശേഷം കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നതോടുകൂടി ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് മദ്യപാനത്തിലാണെങ്കിലും എനിക്ക് മറ്റുള്ളവരെ സൽക്കരിക്കുക, മദ്യപാനം ഉണ്ടാക്കി കൊടുക്കാൻ വരെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും വിരുന്നുകാർ വരുമ്പോൾ അതായിരുന്നു സൽക്കാരം. അങ്ങനെ പോയി. അപ്പോൾ ധ്യാനം കൂടിയതിന് ശേഷം എന്നിലെ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒത്തിരി മാറാൻ എനിക്ക് സഹായിച്ചു. അതുപോലെ കുടുംബത്താണെങ്കിലും ഭർത്താവിനോട് ഒന്നും ആലോചിക്കാതെയായിരുന്നു പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും ആലോചിക്കാനുള്ള മനസ്സ് വന്നു. അച്ഛൻ്റെ ഞാനാണ് മാറേണ്ടതെന്നുള്ള തത്വം എടുത്ത് ജീവിക്കാൻ മുൻപോട്ട് തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നിലേക്ക് തിരിയാനും
ഞാനാണ് മാറേണ്ടത്, ഭർത്താവല്ല മാറേണ്ടത്, എന്നിലാണ് മാറ്റം വരേണ്ടതെന്നുള്ളത് ആ കൃപ ലഭിച്ചു. അതുപോലെ മക്കളോടാണെങ്കിലും ഞങ്ങൾ ധ്യാനം കൂടിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, മക്കൾ ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കാതെ ഒരുങ്ങാതെ സമയത്തുണ്ടായതാണ്. അതിനുള്ള മാറ്റങ്ങൾ ഒത്തിരി വരാനുണ്ട്. ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് പ്രാർത്ഥിച്ച് തിരുത്തി അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റത്തിന്റെ ആദ്യ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നത് കുടുംബത്തിലാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിത പങ്കാളിയും മക്കളുമായുള്ള ബന്ധത്തിൽ വളരെ ഹൃദ്യമായതും ആഴത്തിലുള്ളതുമായ മാറ്റം വന്നു. പങ്കാളിയും മക്കളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന, ഭക്ഷണം, മക്കളുമായുള്ള ബന്ധം വളർത്താൻ കൂടുതൽ സമയം ചിലവഴിച്ചപ്പോൾ അമ്മായിയമ്മയുമായും മരുമകളുമായും നല്ല സ്നേഹബന്ധത്തിൽ കഴിയുവാൻ ക്ലാരമ്മയ്ക്കും സാധിച്ചു. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. 1989 ബഹുമാനപ്പെട്ട പൊട്ടനാനിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രാരംഭ ധ്യാനവും ദാമ്പത്യ കരിസം ധ്യാനവും എൻ്റെ ഫാദറും മദറും അതിൽ വന്ന് സംബന്ധിക്കുകയും തുടർച്ചയായി അതിൻ്റെ ഫോളോ അപ്പുകളിൽ വരികയും ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് എനിക്കും അച്ഛൻ്റെ പ്രാരംഭ ധ്യാനം കൂടുവാനും അതിനുശേഷം വിവാഹ ഒരുക്ക ധ്യാനത്തിൽ സംബന്ധിക്കുവാനും ആ വിവാഹ ഒരുക്ക ധ്യാനം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒത്തിരി പങ്കാളിയെ ഒത്തിരി മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനൊക്കെ വളരെയധികം ഉപകരിച്ചു. വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്ന് ഒരു വർഷത്തിന് ശേഷം ദാമ്പത്യ കരിസ ധ്യാനത്തിൽ വന്ന് സംബന്ധിക്കുകയും അതിനുശേഷം അതിൻ്റെ ഫോളോ പ്രോഗ്രാമിൽ തുടർച്ചയായി സംബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സമാധാനവും സന്തോഷവും നിലനിർത്തുവാനും എല്ലാം വളരെയധികം സഹായിച്ചു. അച്ഛൻ്റെ ഈ പ്രായാധിക്യത്തിലും അച്ഛൻ ഞങ്ങളുടെ ജീവിതങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഈശോ പറഞ്ഞു, ഞാൻ ജീവനാണ്, സത്യമാണ്. ജീവൻ്റെ ഉറവിടം ദൈവമാണ്. ദൈവം മുറിച്ച് കൊടുക്കുന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. തൻ്റെ ജീവനെ മുറിച്ച് കൊടുക്കുന്നു. ഒരു ദാനത്തിന് അവർക്ക് അവകാശമില്ല. ദാതാവിന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വിധത്തിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ കുട്ടികളുണ്ട്, കുട്ടികളില്ല, സമ്പത്തുണ്ട്, സമ്പത്തില്ല. നമ്മൾ ഉള്ളായ്മ വെച്ചുകൊണ്ട് ഇല്ലായ്മ എന്ന് മോശമായിട്ട് കാണുന്നു. ദൈവത്തിൻ്റെ വഴികളെല്ലാം അത്ഭുതാവഹമാണ്. ഉള്ളതും ഇല്ലാത്ത ഒരുപോലെ ഗിഫ്റ്റാണ് ഞാൻ പറയും. പ്രത്യേകിച്ച് മക്കളുടെ കാര്യം വരുമ്പോൾ മാതാപിതാക്കളും കല്യാണം കഴിഞ്ഞ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ല സ്മാർട്ടായ പിള്ളേരുണ്ടാകണത് തങ്ങൾക്കിഷ്ടമുള്ളിടത്തോളം. നമ്പർ കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, ഇത്രയും പിള്ളേർ. പക്ഷെ ദൈവമാണ് കുട്ടികളുടെ പിതാവ്, യഥാർത്ഥ പിതാവ്. ദൈവം തൻ്റെ ജീവൻ പങ്കുവെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് രണ്ട് കരങ്ങൾ നീട്ടി സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എബ്രഹാം നീണ്ടകാലം കുട്ടികളില്ലാതെ ജീവിച്ചു. സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ജന്മം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും കർത്താവ് അവർക്ക് ജന്മം കൊടുത്ത കുഞ്ഞിനെ. ഇതൊരു കൊച്ചുദാഹരണം, അത് ധാരാളം കാണാൻ സാധിക്കുന്നു. എപ്പോൾ ആർക്ക് എവിടെ വെച്ച് എത്ര വിധത്തിൽ കൊടുക്കുന്ന തീരുമാനം ദൈവം തന്നെയാണ്. മക്കൾ എന്നത് ദൈവത്തിന് ദാനമായിട്ട് കാണുക. ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് വളർത്തിയെടുക്കാനായിട്ട് തൻ്റെ മക്കളായിട്ട്. സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആഴ്ചകൾ കഴിഞ്ഞാണ് അറിയുന്നത് ഗർഭം ധരിച്ചു തന്നെ. അത്രയും കാലം ഈശോനാഥ സ്വർഗപിതാവ് ഈ കുഞ്ഞിനെ ആ അന്ധകാരപൂർണമായ ഗർഭപാത്രത്തിൽ വളർത്തിയെടുക്കുമായിരുന്നു. നിങ്ങളും ഞാനും ജനിക്കുന്ന മുമ്പ് തന്നെ ഈ നിമിഷം അവിടുന്ന് കണ്ടു. ഞാനിവിടുന്ന് സംസാരിക്കുന്ന, നിങ്ങൾ ശ്രവിക്കുന്ന വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാണ്. ഇതെല്ലാം കണ്ടിരുന്ന ആ ദൈവമാണ്
ഓരോ നിമിഷവും നമ്മൾ വളർത്തിയെടുത്തത്. അമ്മ പോലും അറിയാത്ത സാഹചര്യത്തിൽ ഇപ്പം ജീവൻ്റെ പൂർണ്ണത ദൈവത്തിൽ നിന്നുള്ളതാണ്. ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം തീരുമാനിക്കേണ്ട അവകാശം ദൈവം തന്നെയാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് അല്ല. ഈ പെൺകുട്ടി ഒരു സപ്ലയറുമല്ല. ഇത് മക്കളാൽ സമ്പന്നമായ ഒരു ക്രിസ്തീയ കുടുംബം. കടുത്തുരുത്തി SVD ധ്യാന കേന്ദ്രത്തിലെ പൊട്ടനാനി അച്ഛൻ്റെ ദാമ്പത്യ കരിസം ധ്യാനം കൂടിയതുവഴി മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ജീവൻ അമൂല്യമാണ് എന്ന ബോധ്യം ലഭിച്ച് ആ ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബ ദേവാലയം. കുറവിലങ്ങാട് പുളിക്കൽ PT തോമസിൻ്റെയും ചിന്നമ്മയുടെയും മകനായ ബെന്നി ജോളി ദമ്പതികളുടെ മാതൃകാ കുടുംബം. ബെന്നി ജോളി ദമ്പതികൾക്ക് 6 മക്കൾ. മിടുക്കരായ ഈ മക്കൾ ഇന്ന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇടവകയുടെയും സ്നേഹഭാജനങ്ങളാണ്. വലത്തോട്ടു തിരിയും ഇടത്തോട്ടു തിരിയും ഇഷ്ടമുള്ള കൂട്ടുകാരെ കണ്ണടച്ച് കണ്ടുപിടിക്കൂ. ഈ വീട് സ്വർഗമായതിൻ്റെ പിന്നിൽ സ്നേഹവും കരുതലും ഭാവനയുമുള്ള വല്യപ്പച്ചനും വല്യമ്മച്ചിയും ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന ബെന്നിയും ജോളിയുമാണ്. ഡെല്ല, ഡാന, ബീന, ഡേവിഡ്, ഡെറോത്തി, ഡെബോറ. മക്കളുടെ ഈ പേരുകൾ തന്നെ എത്ര മനോഹരം. ഞങ്ങൾ വിവാഹം ചെയ്യുമ്പം 2 കുട്ടികൾ മാത്രം മതി എന്നൊരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനം കൂടുന്നത്, പൊട്ടനാനിയച്ഛൻ്റെ ദമ്പതിധ്യാനത്തിന് പോകുന്നത്. ധ്യാനം കൂടുന്നതോടെ ഞങ്ങൾക്ക് മക്കൾ ദൈവദാനമാണെന്നും ഉണ്ടാകുന്നൊരു കുഞ്ഞിനെ പോലും ഹനിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് നമുക്കാകാവുന്നിടത്തോളം സ്വീകരിച്ച് വളർത്തണമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എടുക്കുകയായിരുന്നു. മുഴുവൻ ധ്യാനത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഹൃദയത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. അതിന് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം ജന്മം കൊടുക്കാൻ. അതിനുശേഷം മാത്രമേ നമ്മൾ ദൂരത്തിലൊരു കുഞ്ഞിനെ സ്വീകരിക്കാവെന്നുള്ള ആ വലിയ ബോധ്യം കിട്ടിയത് ഈ ധ്യാനം കൂടിയതിന് ശേഷം. അപ്പോൾ തന്നെ ഓർത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഹൃദയത്തിൽ ജന്മം കൊടുത്തിട്ട് അതിനുശേഷം മാത്രം ഉദരത്തിൽ സ്വീകരിച്ച് ആ ഒരു പ്രഗ്നൻസിയുടെ കാലഘട്ടം മുഴുവനും പ്രാർത്ഥിച്ചൊരുങ്ങി നന്നായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഈശോയുടെ കുഞ്ഞാണ്, ആ ഒരു കുഞ്ഞിന് നല്ലൊരു ജന്മം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പിന്നീടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞങ്ങൾ പിന്നീട് ജന്മം കൊടുത്തത്. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കൂടിയത് കൊണ്ട് ഒരു നല്ല ബോധ്യം കിട്ടിയത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജടിക താല്പര്യത്തിൽ നിന്ന് പിള്ളേരുണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റേ വരുള്ളൂ. ഇത് പ്രാർത്ഥിച്ചൊരുങ്ങി ഹൃദയത്തിൽ ജന്മം കൊടുക്കാൻ ആദ്യം സാധിച്ചു. അതിനുശേഷം ഉദരം അത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. ചാച്ചൻ്റെ അമ്മച്ചിയുടെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒരു മാതൃകയായിട്ടുണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ. എൻ്റെ മൂത്ത പെങ്ങളുണ്ടായ സമയത്ത് അമ്മച്ചി അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാനോ അതുപോലെ ഞങ്ങളെ നോക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിട്ട് ജോലി രാജിവെക്കുമായിരുന്നു ചെയ്ത്. ഞങ്ങളുടെ ജീവിതത്തിലും ജോലിക്ക് ജോലി ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളും ജോലി വേണ്ടാന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ്സിൽ സഹായിക്കുകയും അങ്ങനെ ഇപ്പം ബിസിനസ്സിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജോലിയാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അപ്പച്ചനമ്മച്ചൊക്കെ ധൈര്യം തരുന്നുണ്ടായിരുന്നു. സമ്പത്ത് ദൈവം തരുന്ന, അപ്പോൾ ജോലി റിസൈൻ ചെയ്താലും മുന്നോട്ട് കുഞ്ഞുങ്ങളുണ്ടായാലും അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള സാമ്പത്തികമൊക്കെ തമ്പുരാൻ തരുമെന്നുള്ള ആ നല്ല ഉറപ്പും ബോധ്യം കിട്ടിയതുകൊണ്ട് ജോലി റിസൈൻ ചെയ്തതിൻ്റെ വിഷമം ആദ്യം ഉണ്ടായെങ്കിലും പിന്നീട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. മാനസിക ബുദ്ധിമുട്ടുകളൊന്നും പിന്നീട് ഇവർ തന്ന ധൈര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തോന്നിയിട്ടില്ല. ജീവിതത്തിൽ ഓരോ തവണ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഉദരത്തിൽ ജന്മം കൊള്ളുമ്പോഴും ആ കുഞ്ഞ് വെളിയിലേക്ക് വരുന്ന സമയത്തും നോട്ടബിളായ സാമ്പത്തിക അഭിവൃദ്ധി ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഓരോ കുഞ്ഞിനും ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നുകൊണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പെൺകൊച്ചുങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെങ്കിൽ പോലും അതിനുള്ളതൊക്കെ ദൈവം ഓരോ രീതിയിൽ തന്നു കഴിഞ്ഞു.
ജോലി രാജിവെച്ചാൽ അതുകൊണ്ട് ഓരോ കുറവ് വരികയല്ല, അല്ലെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളൊരു ധൈര്യം അമ്മച്ചിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് സത്യമാണെന്ന് ഞങ്ങൾ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു. മൂത്ത കുഞ്ഞുങ്ങളെല്ലാം അടുത്ത കുഞ്ഞിന് സപ്പോർട്ടായതുകൊണ്ട് രാവിലെ ഏറ്റവും കുഞ്ഞുങ്ങൾ കരഞ്ഞ ഉടൻ തന്നെ പിള്ളേർ ഓടിയെത്തും, അവർ പാല് കൊണ്ട കൊടുക്കും, അപ്പിയിട്ട കഴുകും. അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ മൂത്തവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പണ്ട് കാലത്ത് ഒരു കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്ന ആ സന്തോഷവും എളുപ്പവും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുള്ള സിമ്പിളായി മാറുന്നുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാം, ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു അസുഖം വന്ന് ഇതുവരെ ആശുപത്രി പോകാൻ ഇടവന്നിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെന്നൊരു ബോധ്യത്തോടെ സ്വീകരിച്ച് ടെൻഷനില്ലാതെ വളർത്തുന്നുണ്ടാവാം നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. പിള്ളേരെ വളർത്താനായിട്ട് ആരംഭ കാലങ്ങളിൽ ഇച്ചിരി വിഷമം വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മനസ്സിൽ പിന്നെ കിടക്കത്തേയില്ല. ഒരു ബുദ്ധിമുട്ടായെന്നോ വിഷമമായെന്നുള്ളൊരു ഫീലിങ്ങേ വരില്ല. കാരണം അതിലുപരി സന്തോഷം ഓരോ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഇച്ചിരിയിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതിപ്പോഴും ഒരിക്കൽ പോലും പിന്നീട് ജീവിതത്തിൽ ഓർക്കേണ്ടി വരികയില്ല. കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ടോ വിഷമമായിട്ടോ ഒന്നും തോന്നുന്നില്ല. കാരണം ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും ഒത്തിരിയേറെ സന്തോഷം അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊരു ഭാരമായിട്ട് ഇതുവരെയും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. ദൈവം അനുവദിച്ചാൽ ഈയിടെ കഴിഞ്ഞ ദിവസം പിള്ളേർ വലുതായല്ലോ എന്നുള്ളൊരു വിഷമം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴും മൂത്തയാൾ ഡിഗ്രിയാണ്. അവളാണെങ്കിലും ഈയിടെയും പറയുന്നത്, പപ്പ അമ്മ ഞങ്ങൾ ഡിഗ്രി ആണെന്നൊന്നും വിചാരിക്കേണ്ട, ഇനിയൊരു വാവ ഉണ്ടായാലും ഞങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഞങ്ങളോട് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഇനിയും കിട്ടിയാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും, സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. ഇപ്പം എല്ലാ വീടുകളിലും 1-2 പിള്ളേരായതുകൊണ്ട് അവർക്കിപ്പം അവർ ചെറുപ്രായത്തിലായിരുന്നെങ്കിലും കളിക്കാനാണെങ്കിലും കൂട്ടുകാരും ഇല്ലായിരുന്നു. അവർ കൂട്ടുകൂടാനും കളിക്കാനൊക്കെ ആയിട്ട് വേറെ വീടുകളിലൊക്കെ പോകേണ്ടി വരും. ഇപ്പം ഞങ്ങളിങ്ങനെ അവധിക്ക് ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെ കളിക്കുന്നതെന്ന് പറയുമ്പോൾ അവരെല്ലാം പറയണേ ഞങ്ങൾ അമ്മ വീട്ടിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയെന്നൊക്കെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വേറെ വീടുകളിൽ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇവിടെ തന്നെ എല്ലാവരും കൂടി കളിക്കാൻ മാത്രം ഞങ്ങൾക്ക് അവധി മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി ഇവിടെ വീട്ടിൽ തന്നെ മതിയായിരുന്നു. പിന്നെ എല്ലാവരും ആദ്യം ചോദിക്കും, പിന്നെ ഇത്രയും പിള്ളേരുണ്ട്, ഇത്ര എന്താ വഴക്കല്ലേ, നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കല്ലേ എന്നൊക്കെ ചോദിക്കാറ്. ഞങ്ങളിപ്പം ഇത്രയും പിള്ളേരുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ വഴക്കുണ്ടാക്കിയാലും പെട്ടെന്ന് കൂട്ടുകൂടാനും അങ്ങ് ഒരു പിണങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമില്ല ഞങ്ങൾ തമ്മിൽ. എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എപ്പോഴും കൂട്ടുകാരിപ്പോൾ പറയും, ഇപ്പം പണ്ട് പറയുമായിരുന്നു എന്താ ഇത് ഇത്രയും പിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്ന്. ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്ത് രസമാണ്, എപ്പോഴും കളിക്കാൻ ആൾക്കാരുണ്ട്, ഒച്ചയും ബഹളവും ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അനക്കെന്ന് പറയുന്ന സാധനം ചുമ്മാ ബോറടിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പിള്ളേരെല്ലാം പറയണേ. ഞങ്ങളുടെ വീട്ടിലിപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പം മിഠായി ചോദിക്കും. അപ്പം കുഞ്ഞിതായിരിക്കും ഇവളായിരിക്കും മിഠായി ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവള് എനിക്കെന്ന് പറഞ്ഞാൽ ചോദിക്കാറില്ല. ഞങ്ങൾ ആദ്യം ഒരാളുടെ വീട് എല്ലാ ചേച്ചിക്ക്, ഡാന ചേച്ചിക്ക്, ഡീന ചേച്ചിക്ക് ഓരോരുത്തരും പേര് പറഞ്ഞ് ഓരോ മിഠായി വീതം മേടിച്ചുകൊണ്ട് വരത്തുള്ളൂ. പിന്നെ വീട്ടിൽ വന്നാലും അപ്പോൾ സാധനം മേടിച്ചു വന്നാലും ഇപ്പം ചെറിയ മിഠായി ആയിരിക്കില്ല, വല്ല മഞ്ചൊക്കെ ആയിരിക്കും. അത് എല്ലാവരോടും ഡിവൈഡ് ചെയ്ത് ഞങ്ങളെല്ലാവരുടെ മുറിച്ച് എടുക്കത്തേ ഉള്ളൂ. പിന്നെ വേറെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും ഇളയതിന് അത്രയൊക്കെ കൊടുക്കുന്നു. അല്ലാതെ മൂത്തവർ ആദ്യം എടുക്കുന്നവരൊന്നും ഏറ്റവും നല്ലത് നോക്കിയെടുക്കില്ല. ഏറ്റവും നല്ലത് ഏറ്റവും ഇളയതിന് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വഴക്കുണ്ടാക്കിയാൽ ഇവരെല്ലാം കൂടെ ഈ ഡെറോത്തിയും ഡെബോറയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നെങ്കിൽ രണ്ടുപേരും എൻ്റെ അടുത്ത് വരും. അവൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. രണ്ടുപേരും കൂടെ പപ്പയാണെങ്കിൽ പോലും ഇവിടെ വഴക്കുണ്ടാക്കിയ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേ എന്ന് പറഞ്ഞ് അതോടെ വഴക്കെല്ലാം ക്ലോസ് ചെയ്യുവാണ്. അല്ലാതെ വഴക്ക് കണ്ടിന്യൂ ചെയ്തോ മനസ്സിൽ വെച്ചുകൊണ്ടിരിപ്പോൾ ഒന്നുമില്ല. പിന്നെ അവർ വഴക്കുണ്ടാക്കുന്ന മറക്കാറില്ല. എൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ഓരോരുത്തരെ എന്താ പ്രശ്നം, രണ്ടുപേരുടെയും പ്രശ്നം ചോദിച്ച് ഓക്കെ ആരാണ് കുറ്റക്കാരി എന്നുള്ളൊരു ഒരിതില്ല. എല്ലാവരെയും ഒരുപോലെ തന്നെ രണ്ടുപേരുടെയും കൈ കുറ്റുകൊണ്ട് ഓക്കെ അത് ക്ഷമിക്കുക, സോൾവ് ചെയ്യാം നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കത്തേ ഉള്ളൂ. അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. ഞാനിപ്പോൾ ഏറ്റവും മൂത്തപ്പോൾ എനിക്ക് താഴെ ഇപ്പം 4 അനിയത്തിമാരും 1 അനിയനും ഉണ്ട്. അവരിപ്പം അനിയനാണേലും ഇവരെല്ലാം സപ്പോർട്ടീവ് അവന്. ഞാനിപ്പം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഇവരനുസരിക്കുകയും ഒരു ആദ്യം ഇഷ്ടമല്ലാത്ത പരിപാടിയാണെങ്കിൽ ഒന്ന് എതിർക്കും, പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളിപ്പം ആദ്യം ചേച്ചിയല്ലേ പറഞ്ഞേ ഓക്കെ ഞാൻ അനുസരിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വന്ന് അനുസരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും ഗൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേ വഴി കൂടെ നടക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് അത് അങ്ങനെയല്ലേ എന്ന് മാറി നിന്നൊരു കാട്ടായ പരിപാടിയൊന്നുമില്ല. ചേച്ചിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യം തന്നെ ഇവിടെ. ഇപ്പം ഇത്രയും പേരുടെ ചേച്ചി എന്ന് പറയുമ്പോൾ ക്ലാസ്സിലൊരു മച്ചിട്ടുള്ള ഒരു കൊച്ചാന്നൊരു രീതിയിലാണ് ക്ലാസ്സിലാണെ സംസാരം. എല്ലാവരുടെയും ചേച്ചിയല്ലേ, അതിനനുസരിച്ച് എന്ത് തീരുമാനം എടുക്കാനോ അവർക്ക് വേണ്ടി ഗൈഡൻസ് കൊടുക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുപോലെ ചേച്ചിയുടെ ഒരു സ്ഥാനം മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ചേച്ചിയുടെ ധാരണ ചേച്ചി ഒരു ചേച്ചിയാണ്. എൻ്റെ താഴെ 4 പേരുണ്ട്, ഞാനൊരു ചേച്ചിയാണ്. ഞങ്ങളുടെ മകനും മകളും കടുത്തുരുത്തിയിൽ SVDയിൽ പൊട്ടനാനിയച്ഛൻ്റെ ധ്യാനം കൂടാൻ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മകളോട് ഞാൻ ചോദിച്ചപ്പോൾ അവളൊരു രഹസ്യം പറഞ്ഞു തന്നു.
ഞാനാണ് മാറേണ്ടത്, നിങ്ങളല്ല മാറേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു വ്യത്യാസം വന്നു. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടി നവീകരിച്ചു. ഈ ധ്യാനത്തെ പറ്റിയുള്ള വിവരം അറിയുന്നതിന് മുമ്പ് എല്ലാവരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുകയും നീയാണ് മാറേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ പൊട്ടനാനി അച്ഛൻ്റെ ധ്യാനം കൂടിയതോടെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞാനാണ് മാറേണ്ടത്, നീയല്ല മാറേണ്ടതെന്ന് മനസ്സിലായി. ഭർത്താവിനെ മാറ്റാൻ ശ്രമിക്കുന്നു, മരുമക്കളെ മാറ്റാൻ ശ്രമിക്കുന്നു, മക്കളെ മാറ്റാൻ ശ്രമിക്കുന്നു. അതൊന്നും അല്ല വേണ്ട, നാം തന്നെയാണ് മാറേണ്ടതെന്ന് നമുക്ക് ആ ധ്യാനത്തോടുകൂടി മനസ്സിലായി. ലോകത്തിന്റെ ബോധ്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ബെന്നിയും ജോളിയും ദാമ്പത്യ കരിസം ധ്യാനത്തിലേക്ക് കടന്നുവരുന്നത്. കൂടുതൽ മക്കൾ ഭാരവും ബാധ്യതയുമാണെന്ന് കരുതുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ തങ്ങൾക്കും 2 മക്കൾ മതി എന്ന തീരുമാനത്തിൽ ജീവിച്ചിരുന്ന ബെന്നി ജോളി ദമ്പതികൾ ദാമ്പത്യ കരിസം ധ്യാനത്തിലൂടെയാണ് മക്കൾ ബാധ്യതയല്ല, അനുഗ്രഹമാണ്, ദൈവദാനമാണ് എന്ന ബോധ്യം ലഭിക്കുന്നത്. അതിന്റെ ഫലമായി ദൈവത്തോട് സഹകരിച്ച് പ്രാർത്ഥനാപൂർവം 6 മക്കൾക്ക് ജന്മം നൽകുവാൻ സാധിച്ചു. 6ൽ 5 പേരും പെൺകുട്ടികളാണെങ്കിലും അവരെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ലാതെ ദൈവത്തിന് ഭരമേൽപ്പിച്ച് ജീവിക്കുന്നു. ദൈവം തന്നെ മക്കളെ ജനിപ്പിച്ചാൽ അവർക്ക് ആവശ്യമായതെല്ലാം ജീവിക്ക് കൊടുക്കുകയും ചെയ്യും. ദൈവത്തിൽ നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം തന്നെ സ്വീകരിച്ച് ദൈവത്തോട് വളർത്താൻ ശ്രമിക്കുമ്പോൾ ആവശ്യം എല്ലാം അപ്പോഴപ്പോൾ തന്നുകൊണ്ടിരിക്കും. നമുക്ക് ആഴപ്പെട്ട ഒരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ജനിപ്പിക്കുവാനും വളർത്തുവാനും നല്ല ദൈവമക്കളെ കൊണ്ട് നിറഞ്ഞൊരു നല്ല നാട് കെട്ടിപ്പടുക്കാനും സാധിക്കുള്ളൂ. വാസ്തവത്തിൽ സുഖമല്ല ജീവിതത്തിന് ആവശ്യം. സുഖമെന്ന് പറയുന്നത് ഒരു പൈശാചികമാണ്. സമാധാനം സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ദൈവമക്കളുടെ ജീവിതം. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൽ സമാധാനമുണ്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് മധ്യത്തിൽ സന്തോഷമായിട്ട് പോകാനും സാധിക്കുന്നു. എങ്കിൽ ദൈവം തരുന്ന ദാനങ്ങളെ, കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്വീകരിച്ച് അതിനെ ദൈവികമായി വളർത്തി ദൈവമക്കളെ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുത്ത് വരുമ്പോൾ നമ്മുടെ നാടും യഥാർത്ഥത്തിൽ പരോന്മുഖമായ ജീവിതമാകും. ദൈവാരീതിയിൽ ജീവിക്കുമ്പോൾ വേറെ ആൾക്ക് വേദന കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന പല മാരകമായ കൊലപാതകം അത് ഇതെല്ലാം തൂത്തുമാറ്റപ്പെടുക. ഗാന്ധിജിയെപ്പോലെ എൻ്റെ പല്ലങ്ങാനും കൊണ്ട് വേദന ഉണ്ടായി തൂത്ത് തരാമെന്ന് പറയുന്ന പോലെ ആർക്കും വേദന കൊടുക്കാതെ എപ്പോഴും സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, ശാന്തി കൊടുക്കുന്ന ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ പ്രസംഗിക്കണമെന്നില്ല. എൻ്റെ പെരുമാറ്റത്തോടെ അത് മറ്റുള്ളവർക്ക്, എൻ്റെ കുടുംബങ്ങൾക്ക് അത്ര ജീവിക്കത്തക്ക വിധത്തിൽ ജീവിക്കുന്ന മനോഭാവം കുട്ടിക്കാലം തുടങ്ങി കൊടുത്ത് വളർത്തിയെടുത്ത് കഴിയുമ്പോൾ അവരും തലമുറകളിലേക്ക് കടക്കുമ്പോൾ വലിയ കാര്യം ചെയ്യാൻ സാധിക്കുന്നു. ശുശ്രൂഷയാണ് ക്രൈസ്തവത്തിൻ്റെ സത്ത. തീർച്ചയായിട്ടും ദൈവമക്കളെ ജനിപ്പിച്ച് വളർത്തുക എന്നുള്ളത് വലിയൊരു ഹരമായി മാറണം. വാസ്തവത്തിൽ ദൈവമക്കളെ ജനിപ്പിച്ച് വളർത്തുന്നത് എത്ര കൂടുന്നു അത്രയും കൊടുക്കാനുള്ള ഒരു ഹരം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി നിറഞ്ഞ ദമ്പതികളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്താണെന്ന് ചിന്തിച്ച് നോക്കാം. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എടുക്കാം. മനുഷ്യരെ എന്ത് ചിന്തിക്ക് നോക്കണ്ട. കർത്താവ് എന്നിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു നോക്കാം. ഒരു കൊച്ചിനെ കൂടെ ജനിപ്പിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്വയം ചോദിച്ച് നോക്കാം. 1990 മെയ് മാസത്തിൽ SCD ധ്യാന മന്ദിരത്തിലെ ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടാനിച്ചൻ നയിക്കുന്ന ദാമ്പത്യ കരിസം ധ്യാനത്തിലൂടെ പാപം എന്താണെന്നും പാപം ചെയ്യുമ്പോഴേ പിശാചിൻ്റെ മകനായി മാറുന്നുവെന്നും യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നു എന്നും ബോധ്യപ്പെടുത്തി തന്നു. ഈ അറിവ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഈ ധ്യാനത്തിലൂടെ ബോധ്യത്തിലേക്ക് ഇറങ്ങി വരുവാനും ധ്യാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് വന്ന വീഴ്ചകളൊക്കെ മനസ്സിലാക്കുവാനും എന്താണ് യഥാർത്ഥത്തിലുള്ള കത്തോലിക്ക ജീവിതം, ബൈബിൾ അനുസരിച്ചുള്ള വിവാഹ ജീവിതം എന്താണെന്ന് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിലൂടെ ഞങ്ങൾ ജീവിച്ചു വന്നപ്പോൾ
ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ബോധ്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനും കഴിഞ്ഞു. തലയോലപ്പറമ്പിൽ ദുർമത്തിൽ വീട്ടിൽ ചാക്കോച്ചൻ്റെയും മറിയമ്മയുടെയും വീടാണ് ഇത്. പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് വളരെ പരിഹാസത്തോടെ കാണുന്ന സമൂഹത്തിൽ തങ്ങളുടെ 49ാമത്തെ വയസ്സിലും ദൈവം ദാനമായി നൽകിയ ഒരു കുഞ്ഞിനെ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള കൃപ ലഭിച്ചതും ലോകത്തിന്റെ മുമ്പിൽ പതരാതെ നിന്നതും ദാമ്പത്യ കരിസം ധ്യാനത്തിലൂടെ ലഭിച്ച ബോധ്യങ്ങളാണ്. ആ ധ്യാനത്തിലൂടെ അച്ഛൻ തന്ന ഒരു വചനം ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. കൊരിന്ത്യൻകാരുടെ 2-ാം ലേഖനം 6-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസം ഇതാ, രക്ഷയുടെ ദിവസം ഇതാ, സ്വീകാര്യ സമയം. ഈ വചനം ഒത്തിരി ചിന്തിക്കുകയും ഈ വചനത്തിലൂടെ യാത്ര ചെയ്തപ്പോഴും പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്, പാപമില്ലാതെ പുണ്യത്തിൽ ജീവിച്ച് മരിക്കുകയാണെന്നുള്ള ബോധ്യമുണ്ടാകുകയും ആ ബോധ്യത്തിൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്കൊരു കുഞ്ഞ് മരിച്ചിരുന്നു. അതിനുശേഷം ഒരു കുഞ്ഞു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. ആ കുഞ്ഞിനെ കിട്ടി. വീണ്ടും ഒരു കുഞ്ഞു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അറിയാതെ ഒരു കുഞ്ഞിന് ഈശോ ജന്മം കൊടുത്തുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മെൻസസൊക്കെ നിന്നപ്പോഴും ഞങ്ങൾ വിചാരിച്ചു സ്വാഭാവികമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് 49 വയസ്സ് പ്രായമുണ്ട്, മറിയമ്മയ്ക്ക് 46 വയസ്സും. ഈ സാഹചര്യത്തിൽ 6 മാസം മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംശയങ്ങളായി. ഈ സമയം ഞങ്ങളുടെ മോള് 5 മാസം 2ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരനിലൂടെ ഞങ്ങൾ ഡോക്ടറെ കാണുവാനിടയായി. ഡോക്ടറെ കണ്ടു, ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, സാരമില്ല, നിങ്ങളുടെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് സഹകരിച്ചാൽ വേണ്ടത് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെടുക്കെ ചെന്ന് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ഡോക്ടറിനോട് പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സഹകരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ആവശ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത് അപ്പോൾ ട്രാൻസിൻ്റെ ധ്യാന സമയത്തെടുത്ത തീരുമാനം, ധ്യാനം തീരുമ്പോൾ എടുത്ത ആ തീരുമാനം, ഇനി മരിക്കേണ്ടി വന്നാൽ പോലും ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ മരിക്കുക, എന്ത് തന്നെയാണേലും ഇത് ഉൾക്കൊള്ളുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു. ഇവിടെ വരുമ്പോൾ വന്ന് മോടെ കുട്ടിയുണ്ട്. മോൾ 5 മാസം ഗർഭിണിയാണെന്ന് അറിയുകയും ചെയ്യാമായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കിത് മോളോട് പറയാൻ ഭയങ്കര ഒരു ഭയമായിരുന്നു. കാരണം അവളുടെ പ്രതികരണം എന്തായിരിക്കും, ഈ കൂടത്തിൽ അമ്മച്ചിയും കൂടി പ്രസവിക്കുക, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത അവളെ ഭാരപ്പെടുത്തുമല്ലോ എന്ന് കരുതി എനിക്ക് അവളോട് പറയാനുള്ള വിഷമത്തിന് അന്നത്തെ ദിവസം പറഞ്ഞില്ലെന്നുള്ളതാണ് സന്ധ്യ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര അസ്വസ്ഥതയായി. പ്രാർത്ഥിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പറ്റാതെ ഞങ്ങൾ 2 പേരും 2 മുറിയിലായി ഇങ്ങനെ ഏകാന്തതയ്ക്ക് വേണ്ടി. അപ്പം ഞാൻ ഏറെ നേരം ഇത് കർത്താവിൻ്റെ എന്തോ തീരുമാനമാണെന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി. ഞാൻ തമ്പുരാൻ്റെ അടുക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി ഏറെ നേരം പോയിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞ്, എനിക്ക് ഇതിനൊരു മറുപടി കിട്ടാതെ ഞാൻ ഉറങ്ങുകയില്ല, എത്രയായാലും എനിക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചലനം അനുഭവപ്പെടുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഏറെ നേരം കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മറുപടി ഇങ്ങനെയായിരുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അതിങ്ങനെയായിരുന്നു, ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, മോള് ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞു, ഇത് സംഭവിക്കാൻ പോണ കാര്യമാണ്, ഇതെങ്ങനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് തമ്പുരാനോട് ചോദിക്കാറുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് ഏറെ നേരം ഇങ്ങനെ കർത്താവിൻ്റെ അടുക്ക് പോയി ഇതിനൊരു മറുപടി കിട്ടാതെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സാധിക്കില്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടും ആവലാതിപ്പെട്ടും കരഞ്ഞുമൊക്കെ ഇരുന്ന് അങ്ങനെ വെളുപ്പിനെ ഒരു 2:30 മണിയായപ്പം ഒരു സ്വരം ഇങ്ങനെ കേട്ട്, എനിക്കൊരു ഉദരം ആവശ്യമായിട്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്, നീ ഒന്നും കൊണ്ടും വിഷമിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മാതാവ് ഗർഭിണിയാണെന്ന് വിവാഹം പോലും കഴിയാതെ ഇരിക്കെ ആ മാലാഹ പറഞ്ഞപ്പോഴുണ്ടായ അമ്മയുടെ അവസ്ഥ. അമ്മ, ഇതാ കർത്താവെ, നിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തമ്പുരാനെ മഹത്വപ്പെടുത്തി, കർത്താവെ, നിനക്കൊരു ഉദരം ആവശ്യമായിട്ടാണെങ്കിൽ ഇതാ ഈ ദാസി തയ്യാറാണ്, നിൻ്റെ ഇഷ്ടം പോലെ എന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ ചാക്കോച്ചനോട് അന്ന് തിരക്കി. തൊട്ട് അപ്പുറത്താ മുറിയിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു നമുക്ക്, അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ചെന്ന് പറഞ്ഞു, കർത്താവിന് ഒരു ഉദരം ആവശ്യമായിട്ടാണ് ഈ ദാസിയെ തിരഞ്ഞെടുത്തതെന്നാണ് എനിക്ക് ഇത്രയും സമയം ഇരുന്നിട്ട് കിട്ടിയ മറുപടി.
അപ്പോൾ തമ്പുരാൻ്റെ ആ മറുപടി അനുസരിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കിടന്നുറങ്ങി. അപ്പോൾ അതുപോലെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മനസ്സിന് അസ്വസ്ഥതയായി. മോളോട് പറയുന്ന കാര്യത്തിലായിരുന്നു എന്നെ കൂടുതൽ ഭാരപ്പെടുത്തിയത്. അന്ന് ഉച്ചയായപ്പം മോള് കുട്ടിയും കൂടി ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ വന്ന് അപ്പോൾ ഇത് പറയാം, വേറെ ആരും ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ആ ചിന്തയിൽ ഞാൻ മോളോടൊക്കെ പറയാൻ തീരുമാനിച്ചു. എങ്കിൽ പോലും എനിക്ക് മോളുടെ നേരെ നോക്കി പറയാനോ മുഖത്ത് നോക്കി പറയാനുള്ള ആ തൻ്റെ ഇടം ചങ്കൂറ്റമൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ അപ്പോൾ ഒരു മറയിൽ നിന്നുകൊണ്ട് പറയാമെന്ന് കരുതി വെളിയിലിറങ്ങി മോളോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, 5 മാസം ഗർഭിണിയാണല്ലോ അല്ലേ? അപ്പോൾ അത് അമ്മച്ചി അറിഞ്ഞ കാര്യമല്ലേ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നീ 5 മാസമാണെങ്കിൽ ഞാൻ 6 മാസം എന്ന്. അപ്പോൾ എന്നെ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്തിയ ഒരു മറുപടിയാണ് മോളിൽ നിന്ന് കിട്ടിയത്. ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ 5 മാസം, രണ്ടാമത്തെ മോനെ 5 മാസം ഗർഭിണിയാണ്. അന്നേരമാണ് അമ്മച്ചി ജർമ്മയാനെ 6 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നത്. അമ്മച്ചി വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നോട് ഇത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്കതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചി വിഷമിച്ചിരുന്ന് എന്നോട് എൻ്റെ മുഖത്ത് നോക്കാതെ പുറത്തിറങ്ങിയിരുന്ന വെച്ചാണ് എന്നോട് പറയുന്നത്, നിനക്കിപ്പോൾ എത്ര മാസമായി? 5 മാസമായല്ലേ? അത് ഞാൻ അറിഞ്ഞ കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ 6 മാസമായെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, നമ്മൾ മാതാവ് എലീശാമ്മ ഒന്നിച്ചല്ലേ ഗർഭം ധരിച്ചത് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. വിശുദ്ധാത്മാവ് തന്നെയാണ് എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ കൊച്ചിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾ കുറച്ച് അല്പം ചിന്തിച്ചപ്പോഴാണ് മലയാളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ കൊച്ച് ആണെന്ന് പേര് ജർമ്മിയ എന്നാണ് അറിഞ്ഞു കിട്ടിയത്. പ്രസവം നോർമലായിട്ട് പ്രസവിക്കാൻ കഴിഞ്ഞില്ല, സിസേറിനായിരുന്നു. ഞാൻ പോയി അതേ ആശുപത്രിയിൽ തന്നെ പോയി മോള് നോർമലായിട്ട് പ്രസവിച്ച് തിരിച്ചിവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ 2 കട്ടിലിൽ 2 തൊട്ടിൽ 2 ആൺമക്കൾ. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഈ ഞങ്ങളുടെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ ഈ പരിസരത്തുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും കയറി വരുമായിരുന്നു ഇടയ്ക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഉദരങ്ങളിലേക്ക് മാറി മാറി നോക്കിയിട്ട് തലയാട്ടിയിട്ട് പറയും, കൊള്ളാം, നല്ലതായിരിക്കണം, ഇവരുടെ കരിസ്മാറ്റിക്കുണ്ട്, തരക്കേടില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എങ്കിലും അപ്പോഴൊക്കെ വളരെ സമചിത്തതയോടുകൂടി മനസ്സിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞ്. പുസ്തകം കഴിഞ്ഞിട്ടും ഞാൻ 2 മുറി ഞങ്ങൾ 2 തൊട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുമ്പോഴും ആൾക്കാർ തുരുതുരെ വരും. എന്തോ സംഭവിക്കാൻ മേലാത്ത ഒരു കാര്യം നടന്നതുപോലെയുള്ള ഒരു മനോഭാവത്തിൽ വരുമ്പോഴും ചിലർ മുറ്റത്ത് വരുമ്പോൾ ചോദിക്കും, ഇവിടുത്തെ പ്രസവവാർഡ് എവിടെയാണെന്ന്. അന്നേരം സന്തോഷത്തോടു കൂടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുമായിരുന്നു. ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ മാമോദീസായുടെ വാഗ്ദാനത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് വീട്ടുകാരും നാട്ടുകാരും എതിർക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോഴും കുഞ്ഞിനെ നശിപ്പിക്കാതെ സ്നേഹപൂർവം സ്വീകരിച്ച് ലോകത്തിലേക്ക് ജനിക്കുവാൻ അനുവദിച്ചത്. ഇന്നീ കുഞ്ഞ് ദൈവികമായി വളർന്ന് 18ാം വയസ്സിലെത്തി നിൽക്കുന്നു. വൈദിക വിദ്യാർത്ഥിയായ ഈ മകന്റെ ജനനം വഴി തങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് നന്ദി പറയുന്നത് ദൈവത്തോടും സെബാസ്റ്റ്യൻ പൊട്ടനാനി അച്ഛനോടുമാണ്. അച്ഛന്റെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാനും ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാനും ഇവർക്കിടവന്നു. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ. 1996 ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പൊട്ടനാനിയച്ചൻ്റെ ദാമ്പത്യ കരിസം ധ്യാനത്തിൽ സംബന്ധിച്ചത്. ഇത് ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങി പിറ്റേ ഞായറാഴ്ച രാവിലെ വരെ തീരുന്ന 8 ദിവസത്തെ ഒരു ധ്യാന പരിപാടിയാണ്. ദമ്പതികൾക്ക് ആവശ്യമായ സകല കാര്യങ്ങളും വചനം
അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് തുടങ്ങി സ്നേഹം, ലൈംഗിക സ്നേഹം പങ്കുവയ്ക്കൽ, ഇങ്ങനെ ദമ്പതികൾക്ക് ആവശ്യമായ സകല കാര്യങ്ങളും അച്ഛൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നു, പഠിപ്പിക്കുന്നു. കുട്ടികളെ എങ്ങനെ ജനിപ്പിച്ച് വളർത്തണം, ദൈവസ്നേഹത്തിൽ എങ്ങനെ ദൈവമക്കൾക്ക് ജന്മം കൊടുക്കണമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കുട്ടികൾ നേരായ മാർഗത്തിലല്ല, അല്പം കർത്താവിൻ്റെ വഴിയിൽ നിന്നും മാറിയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ, അവരുടെ പ്രവർത്തനമെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കുടുംബത്തോട് ഐക്യത്തിൽ പോകുവാൻ സാധിക്കുമെന്ന് ധ്യാനത്തിലൂടെ അച്ഛൻ വളരെ വ്യക്തമായി കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ എങ്ങനെ ജനിപ്പിച്ച് വളർത്തണം, അവരെ എങ്ങനെ കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരണമെന്ന് വളരെ വ്യക്തമായി അച്ഛൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക്, ആരോഗ്യത്തിനും ഭക്ഷണം എങ്ങനെയാണോ സഹായിക്കുന്നത്, പ്രയോജനപ്പെടുന്നത്, അതുപോലെ അച്ഛൻ പറയുന്ന നിർദ്ദേശങ്ങൾ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ഈശനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയായിരുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യം അല്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് ഒന്നും ഒന്ന് സ്ട്രെസ് ചെയ്യാം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് നോക്കുമ്പോൾ പലതരം തകർച്ചകളെപ്പറ്റി എപ്പോഴും കേൾക്കാം. ആ ബിസിനസ് തുടങ്ങി പരാജയം, ഈ ബിസിനസ് തുടങ്ങി പരാജയം, ഈ സാമ്പത്തിക വഴി നേടാൻ വേണ്ടി പോയി പരാജയം, മക്കളുണ്ടായ ഒന്നുകിലും എല്ലാം മരിച്ചുപോയി, എല്ലാം സൂക്കേടാണ്. ഇങ്ങനെ തകർച്ചകളെപ്പറ്റി ധാരാളം കേൾക്കാറുണ്ട്. തകർച്ചകളെപ്പറ്റി ധാരാളം കാര്യം എല്ലാവർക്കും പറയാറുണ്ട്. വിജയങ്ങളെപ്പറ്റി അത്ര പറയുന്നുണ്ടോ ചോദിച്ചിടും. സാധാരണ പറയുന്നതല്ല, തകർച്ചകളെപ്പറ്റിയാണ്. വിജയങ്ങളെപ്പറ്റി, വളർച്ചയെപ്പറ്റി, നന്മകളെപ്പറ്റി അധികം പേര് പറഞ്ഞവരുടെ പരിസ്മാറ്റിക്കാത്ത സർക്കിളിൽ സ്തുതിപ്പിന് സമയത്ത് പറഞ്ഞേക്കുമായിരിക്കാം. തകർച്ചകൾ പൗലോസ്ലീഹ പറയുന്നു തൻ്റെ വാചകത്തിൽ, എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ പൗലോസ് ധൈര്യമായിട്ട് പറയാം, എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ ദൈവമകൻ്റെ മകളുടെ ഒരു പ്രത്യേകതയാണ് ദൈവാശ്രയ ബോധം. പിതാവായ ദൈവത്തിൽ യേശുവിലും ത്രിയേക ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ഓരോ നിമിഷവും. ആശ്രയബോധത്തോടെ ജീവിക്കുമ്പോൾ ഒരിക്കലും ഒരു വിഷമം, തകർച്ച ഉണ്ടാകുന്നില്ല. ഇനി തകർച്ച ലോകത്തെ കാഴ്ചപ്പാട് തകർച്ച ഉണ്ടായെന്ന് മനസ്സിലാക്കൽ ഉടനെ അത് ദൈവം എന്നെ വിശുദ്ധീകരിക്കാൻ ചെയ്യുന്നൊരു പ്രക്രിയ എടുത്തു കഴിഞ്ഞാൽ പരിപൂർണ്ണ സമാധാനമാണ്. ഇന്ന് പലപ്പോഴും ആളുകൾ തകർച്ച ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് മദ്യം, മയക്കുമരുന്നതിൽ മരണപ്പെട്ട് ഈ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. തകർച്ചകൾ ദൈവം അനുവദിക്കുന്നത് നമ്മളെ കൂടുതൽ ദൈവികമായി വളർത്താൻ വേണ്ടിയാണ്. തകരുന്നതൊന്നും ദൈവികതയല്ല. തകരുന്ന ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് തകരുന്നത്. ദൈവാത്മാവിൽ വളരാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തകർച്ചയില്ല. വാസ്തവത്തിൽ ഉള്ളതെല്ലാം നന്മയ്ക്ക് മാത്രമാണ്. എല്ലാത്തിലും നന്മയുണ്ടാകും. നന്മ കാണുകയും നന്മ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തകർച്ച എന്ന് പറയാനില്ല. വാസ്തവത്തിൽ ആ തകർച്ചകളെല്ലാം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ്. എവിടെയെങ്കിലും അമിതമായിട്ട് നമ്മുടെ മനസ്സ് പതിയെന്ന് കണ്ടാൽ കർത്താവോട് വലിച്ചു പറിച്ചെടുക്കുന്നതാണ്, തന്നിലേക്ക് കൊടുക്കാനായിട്ട്, അടുപ്പിക്കാനായിട്ട്. അപ്പം ചിന്തിക്കണം, ഞാൻ കൂടുതലായിട്ട് സ്ഥാനം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇവിടെ, അതുകൊണ്ടാണ് കർത്താവ് എന്നെ അവിടെ വലിച്ചു മാറ്റുന്നത്. ദൈവാശ്രയ ബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തകർച്ച ഒന്നും കാണാനില്ല. വാസ്തവത്തിൽ തകർച്ചയല്ല, ഉരുക്കി വാർക്കലാണ് വാസ്തവം. നമ്മളെ ലോകാസക്തി എന്ന് പറയുന്നതാണ് ഉരുക്കപ്പെടുന്നത്. അഹങ്കാരം, ശരീരത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജഡാസക്തി, അതിനകത്ത് ഭോജനപ്രിയവും ലഹരിപ്രിയവും തെറ്റാവിധത്തിലെ സെക്സ് പ്രിയങ്ങളൊക്കെ വരും. അവസാനമായിട്ട് സമ്പത്തിനോട് ഭയങ്കര ആസക്തി, പണം.
എവിടെയെങ്കിലും ഹൃദയം പതിയുന്നു കണ്ടു കഴിഞ്ഞാൽ ദൈവം പറിച്ചെടുക്കുന്നതാണ് ഈ തകർച്ചയെന്ന് പറയുന്നത്. അവിടുന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാ തകർച്ചകളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ ഇല്ലെന്നാക്കിക്കൊണ്ട് വാനമ്പാടിയെ പോലെ പറന്നുയരാൻ സഹായിക്കുന്നതായിരുന്നു. തകർച്ചയിലാണ് വളർച്ച ഉണ്ടാകുന്നത്. തകരാതെ ഒരിക്കലും വളർന്നില്ല. നാടൻ ഭാഷയിൽ പറയുമ്പോൾ ദുഃഖവെള്ളി കഴിഞ്ഞ് ഉയർപ്പയാർ വരുവുള്ളെന്ന്. ദുഃഖവെള്ളി കഴിഞ്ഞ് ഉയർപ്പയാർ വരികയുള്ളൂ. എല്ലാ തകർച്ചയിലും നമ്മൾ നോക്കേണ്ടത് യേശുവിലേക്കാണ്. യേശു അനുഭവിക്കാതെ യാതൊരു തകർച്ചയും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ സൽപ്പേരായിരിക്കും തകരുന്നത്. മനുഷ്യന് മുമ്പിൽ ഏറ്റവും നികൃഷ്ട വ്യക്തിയായിട്ട് മാറിയേക്കുമായിരിക്കും. ഈശോ അങ്ങനെയായിരുന്നല്ലോ. ദൈവം പോലെ ശപിച്ചവൻ എന്ന ലോകം കാണത്തക്ക വിധത്തിൽ ആ കുരിശെ കിടന്നില്ലേ. അതുകൊള്ള ഈ അഭിമാനത്തിൻ്റെ കാര്യത്തിൽ താഴാനില്ലല്ലോ. പേരും പെരുമയും ഒക്കെ തകർന്നരിപ്പണമാണ്. ദൈവാശ്രയബോധത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് സമാധാനം ജീവിക്കാനും സാധിക്കുന്നു. സൽപ്പേര് ആരോഗ്യമായിരിക്കും. ചിലപ്പോൾ ദൈവം തരാത്ത ആരോഗ്യമൊന്നുമില്ലല്ലേ. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം തീരും. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ട് നശിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് എപ്പോഴും നമ്മളെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടിരിക്കും. SVD ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങൾക്ക് അച്ഛനെ ഗാനശുശ്രൂഷയിൽ സഹായിക്കുന്ന മാർക്കിന്റെ വീടാണ് ഇത്. അലറുന്ന കടലിൽ ജീവിത നൗക വല്ലാതുലഞ്ഞിടുമ്പോൾ, അലറുന്ന കടലിൽ ജീവിത നൗക വല്ലാതുലഞ്ഞിടുമ്പോൾ, അമരത്തിരുന്നെന്നെ ലക്ഷ്യത്തിലെത്തിക്കും നിസ്വാർത്ഥ നായകൻ നീ. അമരത്തിരുന്നെന്നെ ലക്ഷ്യത്തിലെത്തിക്കും നിസ്വാർത്ഥ നായകൻ നീ. 94 ജൂൺ 12 ഞങ്ങളുടെ വിവാഹം. കുഴപ്പമില്ലാത്തൊരു ജോലി ആ സമയത്തുണ്ടായിരുന്നു. പള്ളിയിലെ കൊയറിനും കാസറ്റുകളിലും ഗാനങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. കൂടുതലും പള്ളിയിൽ പാടുന്നതിൽ തന്നെയും എനിക്ക് ദൈവത്തെ അങ്ങനത്ര വിശ്വാസം അല്ലെങ്കിൽ ബന്ധം കുറവായിരുന്നു. അതായത് ദൈവാശ്രയബോധം എനിക്ക് കുറവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടക്കുന്നത്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ്. അത് തുടങ്ങിയപ്പോൾ മുതൽ പൈസ ഒരുപാട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും ആ അസ്വസ്ഥതകളായിരുന്നു. അപ്പോൾ പണമാണ് ഏറ്റവും വലുതെന്ന് എനിക്കൊരു ബോധ്യം വന്ന്, അപ്പോൾ വേറെ കാര്യങ്ങളെല്ലാം ഞാൻ അത് കട്ട് ചെയ്യാൻ തുടങ്ങി. പള്ളിയിൽ പോയെങ്കിൽ തന്നെ പാടുമെങ്കിലും ബന്ധങ്ങളൊന്നുമില്ല. ഞാനാണ് മെയിൻ. അതായത് പൈസ ഉണ്ടെങ്കിൽ എന്ത് നേടാമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പലിശക്ക് പണം കടം കൊടുക്കുന്നൊരു പരിപാടി തുടങ്ങിയത്. അപ്പോൾ ധാരാളം പണം കയ്യിൽ വരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. കല്യാണം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായിട്ട് 3 മാസം, 3-ാം മാസത്തിലത് അബോർഷനായി. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻ്റായി. 6-ാം മാസത്തിൽ പെട്ടെന്ന് പെയിൻ വന്ന് പ്രസവിച്ചു. 1.5 ദിവസം 2 ദിവസം കുട്ടി കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു. വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റായി. അത് കുട്ടി 3 കുട്ടികളുണ്ടായിരുന്നു. ഒരു പ്രസവത്തിൽ 11 ദിവസത്തോളം കുട്ടികളുണ്ടായിരുന്നു. 11 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികൾ മരിച്ചുപോയി. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ നോക്കി. അവരെ 3 കുട്ടികളെങ്കിലും ഒരു കുട്ടിയെങ്കിലും രക്ഷിക്കാൻ നോക്കിയിട്ടത് കിട്ടിയില്ല. ഈ കുട്ടികൾ പോകണമെങ്കിൽ തന്നെ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അത് നേടാമെന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് അപ്പോഴും. അപ്പോൾ പൈസ നമ്മൾ ആ ബില്ല് വരുന്നതനുസരിച്ച് പൈസ കൊടുക്കുന്നു. കുട്ടീനെ നേടാമെന്നുള്ള എല്ലാ കാര്യങ്ങളും പൈസ കൊടുത്ത് നേടാമെന്നുള്ള ചിന്തയിൽ നമ്മൾ അത് കുഴപ്പമില്ലെന്നുള്ള ഞാൻ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ പാലാരിവട്ടം സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവക വികാരി പോൾ തുണ്ടിയിലച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു,
മാർട്ടിൻ, നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല ഈ പണം പലിശ കൊടുക്കുന്ന പരിപാടി, അതെങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനെ തടസ്സമൊന്നും പറയാതെ സമ്മതിച്ചു പോന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ പിന്നെയും ഞാനിതിൻ്റെ പുറകെ തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി പരക്കാൻ പറയുകയാണ്. അപ്പോൾ മൂന്നാമത്തെ കുട്ടികൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് എൻ്റെ സാമ്പത്തിക തകർച്ചകൾ തുടങ്ങുന്നത്. കുട്ടികളെ കിട്ടുന്നില്ല, അങ്ങനെ വളരെ പ്രശ്നങ്ങളായി തുടങ്ങി. വീട് നഷ്ടപ്പെട്ടു. എൻ്റെ ഒരു സുഹൃത്ത് ജോയി കടുത്തർ പറഞ്ഞു, കടുത്തുരുത്തി SPD ധ്യാനകേന്ദ്രത്തിൽ ഒന്ന് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പൊട്ടനാനച്ചനെ ഞാൻ ചെന്ന് കണ്ടു. പൊട്ടനാനച്ചൻ പറഞ്ഞു, പൊട്ടനാനച്ചൻ ഞാൻ ഈ കഥകളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ്, കഥകളൊന്നും പറയേണ്ട മാർട്ടിൻ, അടുത്ത ധ്യാനത്തിന് നിങ്ങൾ ദമ്പതികളായിട്ട് വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. ധ്യാനത്തിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, മാർട്ടിൻ, നിങ്ങൾക്ക് ഉടനെ തന്നെ നഷ്ടപ്പെട്ട കുട്ടികൾ ഉടനെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തിരികെ ലഭിക്കുമെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ധ്യാനം കഴിഞ്ഞ് പോരുന്നു. ജനുവരി മാസം അവസാനമായപ്പോൾ ഇയാൾ വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നു. ധ്യാനത്തിൻ്റെ അവസാനം ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞായിരുന്നു, ക്ലാസ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു തീരുമാനം, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് പോകാനെന്ന്. അപ്പം ഞങ്ങളെടുത്ത തീരുമാനം, ഞങ്ങൾക്ക് തരുന്ന കുട്ടികളെ ഈശോയ്ക്ക് വേണ്ടി വളർത്താമെന്ന്. കാരണം അച്ഛൻ്റെ ക്ലാസ്സുകൾ അങ്ങനെയായിരുന്നു, നമ്മൾ ഈശോയുടെ മക്കളാണ് എല്ലാവരും, നമ്മളെ വളർത്തും മാതാപിതാക്കളാണെന്ന്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വളർത്താമെന്നും ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുത്തു. അങ്ങനെ ഇത് കഴിഞ്ഞു. ജാനുവരിയിലായിരുന്നു ധ്യാനം ജാനുവരി കഴിഞ്ഞു ഉടനെ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഗർഭിണിയായി. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കുകൊള്ളാൻ അച്ഛൻ പറഞ്ഞു. അതനുസരിച്ച് ഡോക്ടറോടും ആ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്കിൽ നിരപ്പായ സ്ഥലത്ത് കൂടെ നടന്ന് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കുർബാനയിലും പതിവായിട്ട് പങ്കുകൊട്ടും, മറ്റുള്ള ബാക്കി എല്ലാ കാര്യത്തിലും ദൃഷ്ടിയും എല്ലാ ദിവസവും രാവിലെ പോയി കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോയി. 9 മാസം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക്, കാരണം അതിനു മുമ്പ് 6 മാസം കടന്നു പോവാറില്ലായിരുന്നു. 6-ാം മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് പെയിൻ വന്നു. പക്ഷേ ഇത് മറ്റു കുഴപ്പങ്ങളൊന്നും കൂടാതെ 8 മാസം കഴിഞ്ഞു ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കും അത് വെള്ളം വറ്റി തുടങ്ങിയതുകൊണ്ട് വേഗം തന്നെ സിസേറിയൻ ചെയ്തു. കുട്ടിയെ യാതൊരു കുഴപ്പമില്ലാതെ ഒരു ആൺകുട്ടിയെ ഞങ്ങൾക്ക് ലഭിച്ചു. ധ്യാനത്തിന് സംബന്ധിക്കുന്നതിന് മുമ്പ് ഭാര്യയുമായിട്ട് പങ്കുവെക്കുന്ന പരിപാടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. പൈസ കാര്യമാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യാൻ കറക്റ്റായിരിക്കുന്നുള്ള എൻ്റെ തീരുമാനം. പക്ഷേ ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും പങ്കാളിയുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അതനുസരിച്ച് ഞാൻ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്നും വ്യക്തമായിട്ട് എനിക്ക് ബോധ്യം കിട്ടി. അതിനുശേഷം പങ്കുവെക്കലും പ്രാർത്ഥന ജീവിതവും എല്ലാം വന്നപ്പോൾ, അപ്പോൾ പങ്കുവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് വളരെ ഒരു ബോധ്യം എനിക്ക് കിട്ടിയത്, ഞാനാണ് മാറേണ്ടതെന്നുള്ള ബോധ്യം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. പണമാണ് എനിക്ക് വലുത്. ദൈവത്തിനെ പോലെ 2ാം സ്ഥാനത്തിന് കൊടുത്തിട്ട് പണത്തിനെ മുൻനിർത്തി ഞാൻ യാത്ര ചെയ്തു. പക്ഷേ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് പല ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതൊന്നുമല്ല നേരായ വഴി. ഞാനാണ് മാറേണ്ടതെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട 5 കുട്ടികൾക്ക് പകരമായിട്ട് 4 കുട്ടികളും, സ്വന്തമായിട്ടൊരു വീട്, സമാധാനമായിട്ട് കുടുംബജീവിതം എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ദുഃഖങ്ങളൊപ്പിയെടുക്കാൻ എന്നേശുനാഥൻ വരും. എൻ്റെ പരിദേവനങ്ങൾ ശ്രവിക്കാൻ എന്നാത്മദേവൻ വരും. അലറുന്ന കടലിൽ ജീവിത നൗക വല്ലാതുലഞ്ഞിടുമ്പോൾ, അലറുന്ന കടലിൽ ജീവിത നൗക വല്ലാതുലഞ്ഞിടുമ്പോൾ, അമരത്തിരുന്നെന്നെ ലക്ഷ്യത്തിലെത്തിക്കും നിസ്വാർത്ഥ നായകൻ നീ.
നിരത്തിരുന്നെന്നെ ലക്ഷ്യത്തിലെത്തിക്കും നിസ്വാർത്ഥ നായകൻ നീ. ഞാൻ 12 വർഷമായി SVD ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഭിന്നിച്ചു കഴിയുന്ന ദമ്പതികൾ ബന്ധങ്ങൾ വേർപെടുത്താൻ അന്തിമ നിമിഷത്തിൽ പോലും ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ഞാനാണ് മാറേണ്ടത്, പങ്കാളിയല്ല എന്ന ബോധ്യത്തോടെ തിരിച്ചറിവിലൂടെ അവർ വീണ്ടും ഒന്നിച്ച് ഞങ്ങൾ സ്നേഹത്തോടെ ഐക്യത്തോടെയും ഒരുമിച്ച് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ, യാത്ര പറയുമ്പോൾ ഒത്തിരി സന്തോഷവും തോന്നാറുണ്ട്. അച്ഛൻ്റെ ത്യാഗവും സ്വയം മറന്നുള്ള തീക്ഷ്ണതയും കാണുമ്പോൾ ധ്യാനക്കാർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാനുള്ള ഉൾപ്രേരണ ഉണ്ടാകുന്നു. എൻ സ്നേഹഭാജനമേ അറിയൂ നീ എൻ സ്നേഹം, എൻ സ്നേഹമുൾക്കൊള്ളാൻ തുറക്കൂ നിൻ ഹൃദയം. എൻ സ്നേഹഭാജനമേ അറിയൂ നീ എൻ സ്നേഹം, എൻ സ്നേഹമുൾക്കൊള്ളാൻ തുറക്കൂ നിൻ ഹൃദയം. നീ എവിടെ പോയാലും അവിടെല്ലാം ഞാനെത്തും, നീ എവിടെ വാണാലും അതു തന്നെ എൻ ഗേഹം. നീ എവിടെ പോയാലും അവിടെല്ലാം ഞാനെത്തും, നീ എവിടെ വാണാലും അതു തന്നെ എൻ ഗേഹം. ഭർത്താവ് ഭാര്യയുടെ പ്രേമഭാജനമാണ്, ഭാര്യ ഭർത്താവിൻ്റെയും. അവർ എവിടെയായിരുന്നാലും അവരുടെ മനസ്സൊന്നായിരിക്കണം. ആ മനസ്സിൽ സ്നേഹം പ്രണയമായി മാറണം. നീ എൻ്റെ പ്രേമഭാജനമാണ്. ഈ ഒരു ചിന്ത ദമ്പതികളുടെ മനസ്സിൽ അച്ഛൻ അറക്കിട്ടുറപ്പിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ താനേ അടയുന്നു. മലയാളികൾ പൊതുവെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ മടിക്കുന്നവരാണെന്ന് അച്ഛന് നന്നായി അറിയാം. ഇതാ ഈ പ്രണയഗാനം എത്ര മനോഹരമാണ്. സ്നേഹഭാജനമേ അറിയൂ നീ എൻ സ്നേഹം, എൻ സ്നേഹമുൾക്കൊള്ളാൻ തുറക്കൂ നിൻ ഹൃദയം. നീ എവിടെ മരിച്ചാലും ഞാനവിടെ മൺമറയും, നിൻ ചാരെ കാഹളവും കാതോർത്തു കഴിഞ്ഞിടാ. സുവിശേഷത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ഉത്തമ വൈദികനായി സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും അഭിമാനമായി മാറിയ അച്ഛൻ്റെ പൊട്ടനാനി തറവാട്ടിലേക്കുള്ള വരവിൽ ആഹ്ലാദിക്കുകയാണ് കുടുംബാംഗങ്ങൾ. തിരക്കുകൾ മാറ്റിവെച്ച് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാനും കാരണവരുടെ സ്ഥാനത്തു നിന്ന് ഓരോ വ്യക്തിയെയും സ്നേഹത്തിൽ നയിക്കുവാനും ഉപദേശിക്കുവാനും അച്ഛനെത്തുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചു ചേരുന്നു. പാലാ രൂപതയിൽ തിടനാട് ഇടവകയിൽ 1933 മാർച്ച് 28 പൊട്ടനാനിയിൽ ചാക്കോ ത്രേസ്യ ദമ്പതികളുടെ 6 മക്കളിൽ 5-മനായാണ് അച്ഛൻ ജനിച്ചത്. മൂത്ത സഹോദരി സിസ്റ്റർ ക്ലമൻസ്, മൂത്ത ജ്യേഷ്ഠൻ PC ജോസഫ്, മൂന്നാമത്തെ സഹോദരി ഏലിക്കുട്ടി, സിസ്റ്റർ കാതറിൻ, പെണ്ണമ്മ എന്നിവരാണ് അച്ഛൻ്റെ സഹോദരങ്ങൾ. മൂത്ത ജ്യേഷ്ഠനായ ശ്രീ PC ജോസഫ് മിഷൻ ലീഗ് കുഞ്ഞേട്ടനോടൊപ്പം ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപകരിൽ ഒരാളും അതിന്റെ ദേശീയ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുമായിരുന്നു. തന്നെ താനാക്കിയ തിടനാടുള്ള തന്റെ ഇടവക ദേവാലയം. ഈ ദേവാലയത്തിലേക്കുള്ള പ്രവേശനം അച്ഛനിൽ ഗ്രഹാതുരത്വമുണർത്തി. തന്റെ സ്ഥൈര്യലേപനവും ആദ്യ കുർബാനയും പുത്തൻ കുർബാനയും നടന്ന ഈ ദേവാലയ തിരുമുറ്റത്ത്
പ്രാർത്ഥനാപൂർവം ശിരസ് നമിക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളിൽ സന്തോഷാശ്രു. നല്ല ഒരു വൈദികനാകുവാൻ വേണ്ടി വർഷങ്ങൾ തനിക്കു വേണ്ടി ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച പിതാവിൻ്റെയും തൻ്റെ വത്സല മാതാവിൻ്റെയും കബറിടത്തിങ്കൽ പിതാവിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തിയ മകന്റെ പ്രണാമം. ചില കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും, ചില വ്യക്തികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു. പക്ഷെ കുടുംബ അന്തരീക്ഷം പ്രാർത്ഥനയുടെ അന്തരീക്ഷമായിരിക്കുന്നു. ഒരു നന്മ നിറഞ്ഞവരെ ഒന്നിച്ച് ചെല്ലുന്നതുകൊണ്ട് മാത്രമാകുന്നില്ല കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊന്ത ചെല്ലുന്നുകൊണ്ട്. വ്യക്തികൾ ദൈവമായിട്ട് നല്ല വ്യക്തിബന്ധത്തിൽ വളരാനായിട്ടാണ് ഞങ്ങൾ സഹായിക്കുന്നത്. ആ വളർച്ച വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബ പ്രാർത്ഥനയും ഒന്നിച്ചുള്ള ഭക്ഷണവും ഒക്കെ വന്നു പോവുകയാണ്. ചില സാഹചര്യങ്ങൾ സാധിക്കില്ലായിരിക്കും, കാരണം ജീവിത സാഹചര്യങ്ങൾ ഇപ്പം നമ്മൾ മോഡേൺ രീതിയിൽ വരുമ്പോഴത്തേനും ഷിഫ്റ്റുണ്ട്, ആ ഷിഫ്റ്റുണ്ട്, ഈ ഷിഫ്റ്റുണ്ട്, എല്ലാവർക്കും കൊണ്ട് ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു വരില്ല. ചിലർക്ക് പറ്റിയേക്കും, മറ്റവർക്ക് പറ്റുകയില്ല. അപ്പോൾ വ്യത്യസ്തമായ വിധത്തിലായിരിക്കാം അവരുടെ ആ ആന്തരിക അനുഭവം പുറത്തേക്ക് വരുന്നത്. നല്ല ദൈവിക ബന്ധമാണ് പ്രധാനമായിട്ടുള്ളത്. ആ ബന്ധം കെട്ടിപ്പടുക്കാനായിട്ട് BCC ബിബ്ലിക്കൽ കപ്പിൾസ് കമ്മ്യൂണിറ്റി എന്നൊരു പ്രക്രിയയിലൂടെ ഞങ്ങൾ ഈ ധ്യാനത്തിൽ വരുന്നവരെ സഹായിക്കുന്നുണ്ട്. ദൈവമേ, അങ്ങയുടെ കർത്തൃത്വത്തിന് എന്നെ പൂർണ്ണമായി അടിയുറ വയ്ക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള വിധത്തിൽ എന്നെ നയിച്ചാലും ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും എന്നെപ്പറ്റിയുള്ള അങ്ങയുടെ നല്ല പദ്ധതിയുടെ ഭാഗമായി ഞാൻ അംഗീകരിച്ച് സ്വീകരിച്ച് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് എൻ്റെ മനസ്സ് അസ്വസ്ഥമായാൽ ആ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നിലനിർത്താതെ അതിന് കാരണമായ സംഭവങ്ങൾ എന്നെപ്പറ്റിയുള്ള അങ്ങയുടെ നല്ല പദ്ധതിയുടെ ഭാഗമായി അംഗീകരിച്ച് സ്വീകരിച്ച് നന്ദി പറഞ്ഞ് മനസ്സിനെ ഞാൻ ശാന്തമാക്കും. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങയുടെ വിലപ്പെട്ടവനും അമൂല്യനിധിയുമാണെന്ന വലിയ യാഥാർത്ഥ്യം അംഗീകരിച്ച് ഏറ്റുപറയുന്നു. ആരെല്ലാം അപേക്ഷിച്ചാലും ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാതെ അനുനിമിഷവും എൻ്റെ കരങ്ങളിൽ പിടിച്ച് നടത്തുന്നു. ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അച്ഛൻ്റെ ദാമ്പത്യ കരിസം ധ്യാനം കൂടിയ ദമ്പതികളുടെ ഒരു ആത്മീയ കൂട്ടായ്മയാണ് ബിബ്ലിക്കൽ കപ്പിൾസ് കമ്മ്യൂണിറ്റി, BCC. അനുദിന കുടുംബജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അങ്ങനെ തങ്ങളുടെ ദൈവവിളിയെ വചനാധിഷ്ഠിതമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണ് BCCയുടെ ലക്ഷ്യം. ദൈവമേ, എൻ്റെ പങ്കാളിയെ അങ്ങയുടെ സ്നേഹഭാചനവും അമൂല്യനിധിയുമായി ഞാൻ അംഗീകരിച്ച് സ്വീകരിക്കുന്നു. പങ്കാളിയുടെ ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കർത്തൃത്വത്തിന് എന്നെ പൂർണ്ണമായി അടിയറ വയ്ക്കുന്നു. ബിബ്ലിക്കൽ കപ്പിൾസ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അച്ഛനൊരു പ്രാർത്ഥന തയ്യാറാക്കിയിട്ടുണ്ട്. ഈശോയെ, ഈ ദിവസം അറിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പാപം പോലും ചെയ്ത് പിശാചിൻ്റെ സന്തതിയായി അങ്ങയെ ക്രൂശിൽ തറയുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദമ്പതികൾ തനിച്ചു ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. ഇത് മുടങ്ങാതെ ദമ്പതികൾ ചൊല്ലുന്നു. അമൂല്യനിധിയുമായി ഞാൻ അംഗീകരിച്ച് സ്വീകരിക്കുന്നു. സ്നേഹിക്കാൻ വേണ്ടി ഞങ്ങളെ യോജിപ്പിച്ച സ്നേഹനിധിയായ ദൈവമേ, സ്നേഹത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നന്ദിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ദമ്പതികൾ ആ ദിവസത്തിൽ നടന്ന സംഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും താൻ മൂലമോ തൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങൾ മൂലമോ ജീവിത പങ്കാളി വേദനിച്ചാൽ ദൈവത്തോടും പങ്കാളിയോടും ക്ഷമ ചോദിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായ ദൃശ്യം കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ സ്നേഹം വീട്ടിൽ കളിയാടാൻ ഇടയാവുകയും ചെയ്യുന്നു. ഏവർക്കും മാതൃകയാക്കാവുന്ന മനോഹര ദൃശ്യമാണിത്. കുട്ടികളെല്ലാം ഉറങ്ങി? പിള്ളേരെല്ലാവരും ഉറങ്ങി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ രാത്രി കിടന്ന ശേഷം ഞാൻ എഴുന്നേറ്റ് പോയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. എലികളെല്ലാം ഓടി നടക്കുന്നതല്ലേ, പ്രത്യേകിച്ച് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത്. അപകടം വളരെ ഉള്ളൊരു സാധ്യതയുള്ളൊരു കാര്യമാണത്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തിരക്കാണ് മറന്നുപോയി. ഇത് ശ്രദ്ധിച്ചോളാം. ഞാൻ ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. പക്ഷേ
ക്ഷമിക്കണം എന്നോട്. അച്ഛന്റെ ദാമ്പത്യ കരിസം ധ്യാനം കൂടിയ ദമ്പതികളുടെ ഒരു ആത്മീയ കൂട്ടായ്മയാണ് ബിബ്ലിക്കൽ കപ്പിൾസ് കമ്മ്യൂണിറ്റി BCC. അനുദിന കുടുംബജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുകയും അങ്ങനെ തങ്ങളുടെ ദൈവവിളിയെ വചനാധിഷ്ഠിതമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണ് BCCയുടെ ലക്ഷ്യം. നമ്മുടെ BCCയുടെ നിയമപ്രകാരം എന്നും പ്രഭാതത്തിൽ ഉണരുമ്പോൾ 7 പ്രാർത്ഥനകളും പ്രാർത്ഥനാത്മകമായിട്ട് ചെല്ലേണ്ടതായിരുന്നു. ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ സാധിച്ചില്ല. അന്നേരം കടലാസ് കൊണ്ടുപോയില്ലെങ്കിലും നമുക്ക് മനസ്സിൽ ഇത്ര നാളും പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ബാക്കി നിശബ്ദമായിട്ട് തമ്പുരാനെ പ്രാർത്ഥിക്കാമായിരുന്നല്ലോ. കേരളത്തിലെ വിവിധ മേഖലകളിൽ, അതായത് ഇടവക വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്ന BCC അംഗങ്ങൾ 3 മാസത്തിലൊരിക്കൽ താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയും മാർഗനിർദ്ദേശവും സ്വീകരിക്കുന്നതിനായി ഒരുമിച്ച് കൂടുന്നു. ഒത്തിരി ബിസി ആയിരുന്നല്ലോ, ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും ഈ പ്രാർത്ഥനകൾ വിശ്വസ്താപൂർവ്വം പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാ ദിവസവും തന്നെ മുട്ടുകുത്തി തന്നെ ധ്യാനാത്മകമായിട്ട് ഈ പ്രാർത്ഥന മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പനി ഉണ്ടായിരുന്നപ്പോഴും ഇരുന്നോ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. രാജേഷിനെ പോലെ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴും മുട്ടയെന്ന് വേണേൽ പ്രാർത്ഥിക്കാം. വർഷത്തിലൊരിക്കൽ BCC അംഗങ്ങളെല്ലാവരും കടുത്തുരുത്തി പ്രാർത്ഥനാ നികേതനിൽ ഒരുമിച്ചുകൂടി ജീവിതത്തിൽ പുതു അഭിഷേകം പ്രാർത്ഥനയിലൂടെയും പങ്കുവെക്കലുകളിലൂടെയും നേടിയെടുക്കുന്നു. ഉണ്ടെന്ന് വരികത് പള്ളി പോകുന്ന മുമ്പോ തിരിച്ചു വന്നോ അനുദിന ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അത് കുറെ ഫലപ്രദമായി മാറുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യുന്ന ഇടവക സമൂഹത്തിലും സഭയിലും പൊതുസമൂഹത്തിലും ഈശോയ്ക്കു വേണ്ടി ജീവിക്കുന്ന സാക്ഷികളാകുവാൻ ദമ്പതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ രാവിലെ മുട്ടിൽ നിന്ന് ഈശോയുടെ മുമ്പിൽ മെഴുതിലേക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സ്വയം തിരിച്ചറിവുകളിലേക്കാണ് അച്ഛൻ തന്റെ പ്രവർത്തനങ്ങളിലൂടെ ഓരോ ദമ്പതികളെയും ഒരുക്കുന്നത്. കുടുംബ പ്രേഷിതത്വത്തിന്റെ അമരക്കാരൻ ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടനാനി SVD തന്റെ 77-ാം വയസ്സിലും ദമ്പതികളുടെ ആത്മീയ ഉണർവിനായി കേരളമെങ്ങും ഓടി നടക്കുന്നു. പ്രാർത്ഥനാ നികേതൻ ഡയറക്ടർ ഫാദർ ടൈറ്റസ് തട്ടാമറ്റം SVD, ഫാദർ ജോൺ കരിമ്പടക്കുഴിയിൽ SVD എന്നിവർ അച്ഛന്റെ പ്രവർത്തനങ്ങളിൽ സഹായഹസ്തവുമായി കൂടെയുണ്ട്. പൗരോഹിത്യ സുവർണ ജൂബിലി പ്രാർത്ഥനാപൂർവം ആചരിക്കുന്ന അച്ഛൻ കുടുംബധാർമ്മികതയ്ക്കും ജീവന്റെ മഹത്വത്തിനുമെതിരായി ഉയർന്നുവരുന്ന വെല്ലുവിളികൾക്കെതിരെ ഉണർന്നിരിക്കുന്ന കാവലാളായി കുടുംബാരാമത്തിലെ തന്റെ പ്രേഷിത പ്രവർത്തനം അനസ്യൂതം തുടരുകയാണ്, നിറഞ്ഞ മനസ്സോടെ, പ്രാർത്ഥനയോടെ.